പുസ്തകലോകം ക്ലബ് ഹൗസ് പരമ്പരയുടെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ജമാൽ കൊച്ചങ്ങാടിയുടെ സിനഗോഗ് ലൈൻ എന്ന നോവലാണ്. ഇത് വിലയിരുത്തി സംസാരിക്കുന്നു സൂരജ് രാജേഷ് ചേലോട്. സൂരജ് രാജേഷ് ചേലോട്. അപ്പോൾ ആദ്യം ഈ നോവലിനെ കുറിച്ച് ലഘുവായി നോവലിസ്റ്റായ ജമാൽ കൊച്ചങ്ങാടി സാർ സംസാരിക്കും. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാധ്യമ രംഗത്ത് 55 വർഷത്തെ അല്ലെങ്കിൽ 6 ദശാബ്ദക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. മട്ടാഞ്ചേരി സ്വദേശിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന PA സൈനുദ്ദീൻ നൈനിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന സിനഗോഗ് ലൈൻ നോവലിൽ അദ്ദേഹവും ഒരു കഥാപാത്രമാണ്. അപ്പം ജമാൽ കൊച്ചങ്ങാടിയുടെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നു 1963 2018 വരെ അത് നീണ്ടുനിന്നു. കേരളനാദം, ഭാരതരാജ്യം, ചിത്രകാർത്തിക, ഫിലിംനാദം, ലീഗ് ടൈംസ്, പ്രിവ്യൂ, പിന്നെ ദീർഘകാലം മാധ്യമം, തേജസ് പത്രങ്ങളിൽ അവയുടെ വാർഷിക വാരാന്ത പതിപ്പുകളുടെ പത്രാധിപരായിരുന്നു. കൾച്ചറൽ എഡിറ്റർ. കേരളത്തിലെ ഇത്രയും ദീർഘകാലം സാംസ്കാരിക പത്രപ്രവർത്തന രംഗത്ത് പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുള്ള മറ്റാരും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. 30-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവൽ ചാപ്പയെ ആസ്പദമാക്കി 1982 PA ബക്കർ ചെറുകഥയെ ആസ്പദമാക്കിയത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെ തൊഴിലാളികൾക്ക് ദിവസ വേതനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി ഒരു ചാപ്പ എറിഞ്ഞു കൊടുക്കും, അതുവരെ കയറി പിടിക്കാൻ അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ കഥയാണ്. PA ബക്കർ 1982 സംവിധാനം ചെയ്ത ഇതേ പേരിലുള്ള സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സിനിമ ബന്ധം എവിടെയും അവസാനിക്കുന്നില്ല. തളിരിട്ട ഗിനാക്കൾ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും 2 ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മറ്റ് ഒട്ടേറെ പുസ്തകങ്ങൾ, അത് ജീവചരിത്ര പുസ്തകങ്ങളുണ്ട്. ലതാ മങ്കേഷ്കറെ കുറിച്ചുള്ള പുസ്തകം, താൻസൻ മുതൽ സക്കീർ ഹുസൈൻ വരെ, റഫീനാമ, ക്ലാസിക് അഭിമുഖങ്ങൾ, ഇതിൽ വിവർത്തനങ്ങൾ ഉൾപ്പെടെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സിനഗോഗ് ലൈൻ നോവലിന് രണ്ടാമത്തെ TN പ്രകാശ് സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് ഈ നോവൽ വിലയിരുത്തി സംസാരിക്കുന്നത് സൂരജ് രാജേഷ് ചേലോട്. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. സാഹിത്യ നിരൂപകനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഒട്ടേറെ ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിൽ സാഹിത്യ, സിനിമ നിരൂപണങ്ങളും പഠനങ്ങളും എഴുതുന്നുണ്ട്. കഥയും കവിതയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിഷയങ്ങളാണ്. ഒട്ടേറെ പ്രസാധന സ്ഥാപനങ്ങളുടെ പുസ്തക ചർച്ചകളിലും പാനൽ സംവാദങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, അവയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. TCSൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അദ്ദേഹം. അപ്പോൾ ഈ 2 പേരെയും ഈ പ്രോഗ്രാം കേൾക്കാൻ എത്തിയ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം പുസ്തകലോക പരിപാടിയുടെ ഈ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന സിനഗോഗ് ലൈൻ എന്ന നോവലിനെ കുറിച്ച് അതിൻ്റെ നോവലിസ്റ്റ് സംസാരിക്കും. കൊച്ചിയിലെ ജൂതരുടെ പല തലമുറകളുടെ അപൂർവ ജീവിതകഥയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന സിനഗോഗ് ലൈൻ എന്ന നോവൽ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ആത്മബന്ധമുള്ള, ആത്മകഥാംശമുള്ള ഒരു നോവലാണ്. എത്നിക് നോവൽ അല്ലെങ്കിൽ വംശീയ നോവൽ എന്നിതിനെ വിശേഷിപ്പിക്കാം. കാര്യം ജൂത ജീവിതത്തിൻ്റെ പല അടരുകൾ ഈ നോവലിൽ വരുന്നുണ്ട്. 1950കളുടെ ആദ്യം അലിയയിലൂടെ, അതായത് വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു പോകാനുള്ള ആഹ്വാനത്തിലൂടെ ഭൂരിപക്ഷം ജൂതരും കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് മടങ്ങിയെങ്കിലും ഒട്ടേറെ പേർ അവിടെ അവശേഷിച്ചു. അവരുടെ ജീവിത പ്രതിസന്ധികൾ, ബാക്കി സമൂഹങ്ങളുമായിട്ടുള്ള അവരുടെ കൊടുക്കൽ വാങ്ങലുകൾ, ബന്ധങ്ങൾ, അതൊക്കെയാണ് ഈ നോവലിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു ബഹുസ്വര സമൂഹം കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും എങ്ങനെ വളർന്നു വന്നു എന്നാണ് ഈ നോവൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ നോവലിനെ കുറിച്ചും അതിൻ്റെ രചനയുടെ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ അദ്ദേഹം 80-ാം വയസ്സിലാണ് ഈ നോവൽ എഴുതുന്നത്. ഒരു വ്യാഴവട്ടക്കാലത്തെ ഗവേഷണം ഈ നോവലിൻ്റെ പിന്നിലുണ്ട്. ഇതേക്കുറിച്ചൊക്കെ ലഘുവായി അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം സൂരജ് രാജേഷ് ചേലോട്
നോവലിനെ വിലയിരുത്തി സംസാരിക്കും. അതിനുശേഷം നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കാം. ആദ്യം പ്രിയപ്പെട്ട ശ്രീ ജമാൽ കൊച്ചങ്ങാടിയെ ക്ഷണിക്കുന്നു. ഞാൻ പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഈ പ്രദീപ്, ഹേമലത ഇവരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഈ പുസ്തകലോകം സംവാദ പരമ്പര നടക്കുന്നത്. അതിൽ എൻ്റെ നോവൽ ഈ സിനഗോഗിലെയും അത് ചർച്ചയ്ക്കായിട്ട് തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. 1961 SLCക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങിയത്. ചില കഥകളുടെ സമാഹാരമായിരുന്നു. ഞാനും MJ സെക്കില എന്ന് പറഞ്ഞ ഒരു സുഹൃത്തു കൂടി എഴുതിയതാണ്. എന്നെക്കാളും മുൻ ഡെപ്യൂട്ടി സ്പീക്കർ, മുൻ ഡെപ്യൂട്ടി മേയറൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം പിന്നെ പൂർണ്ണമായിട്ട് പൊളിറ്റിക്സിലേക്ക് പോയി. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ ചില കഥകള് വീക്കെൻഡിലൊക്കെ കേരള ടൈംസ് വീക്കെൻഡിൽ അടിച്ചു വന്നപ്പോ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അപ്പൊ അദ്ദേഹത്തിന് ഒരു പുസ്തകം ഇറക്കണം. അപ്പൊ അതിനൊക്കെ ഞാൻ എഴുതി തുടങ്ങിയിരുന്ന എന്റെ കഥകള് കൗമുദി വീക്കിലി, ചന്ദ്രിക വീക്കിലി ഇതൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു പുസ്തകം ഇറക്കാം. അതുകൊണ്ട് അദ്ദേഹം മുൻകൈയെടുത്ത് 5, 3, 1 എന്നുള്ള പുസ്തകം ഇറക്കിയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യം രംഗപ്രവേശനം ചെയ്യുന്നത്. പിന്നെ ഞാൻ കൊച്ചിയിലെ പല ചെറുകിട നാടകങ്ങളൊക്കെ എഴുതി. പിന്നെ സാഹിത്യത്തില് കടന്നു വരണമെങ്കില് പത്രപ്രവർത്തനമാണ്, ജേർണലിസമാണ് നല്ലത് എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അന്ന് ഇത് ജേർണലിസം പഠിക്കാനുള്ള ഒരു വഴിയില്ലായിരുന്നു. ഒരു ചെറിയ പത്രത്തിൽ കയറാൻ തുടങ്ങിയത്. അന്ന് ഏരൂർ വാസ്തവൊക്കെയാണ് അതിലെ എഡിറ്റോറിയലൊക്കെ എഴുതിയിരുന്നത്. കേരളാതം എന്നുള്ള പത്രത്തിൽ CP മമ്മുവിന്റെ പത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിലുള്ള ഒരു ചെറിയ സഹായന പത്രമായിരുന്നു. പിന്നെ പല പത്രങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അത് തന്നെ എന്റെ ജോലിയായി പ്രൊഫഷനായിട്ട് മാറി 55 കൊല്ലം ഞാൻ ആ തൊഴിലുമായിട്ട് നടന്ന ആളാണ്. അത് ആസ്വദിച്ച് ചെയ്ത ഒരാളാണ്. കാരണം കൂടുതൽ കാലം എനിക്ക് ഈ ക്രിയേറ്റീവ് ജേർണലിസമാണ്. കാരണം വാർഷികപ്പതിപ്പ്, വീക്കെൻഡ്, വീക്കിലി ഇതൊക്കെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്കിനേക്കാളേറെ കൂടുതൽ ഞാൻ ഇങ്ങനെ ലിറ്റററി ആയിട്ടുള്ള രംഗത്താണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ കഥകൾ എഴുതണം, എഴുതി തുടങ്ങിയ കാലം തൊട്ട് കൊച്ചിയുടെ കഥകൾ എഴുതണം, കൊച്ചിയുടെ വൈവിധ്യമുള്ള സാംസ്കാരിക ഗ്രൂപ്പുകളെ കുറിച്ചുള്ള കഥകൾ എഴുതണം, വലിയ ക്യാൻവാസിൽ എഴുതണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത് എഴുതി തുടങ്ങിയോടുകൂടി ഈ പത്ര ജോലി പ്രൊഫഷൻ മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കായിരുന്നു. കാരണം 26 ആനുവൽ ഇറക്കിയ ആളാണ് ഞാൻ. 26 ആനുവല് എന്ന് പറഞ്ഞാൽ മാധ്യമത്തിൽ 15 കൊല്ലം, തേജസ്സിൽ 10-12 കൊല്ലം, ഇത് എല്ലാം കൂടി 26. അത്രയും വാർഷികപ്പതിപ്പ് ഇറക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ്. അപ്പോ അത് അങ്ങനെ വന്നപ്പോ എനിക്ക് എന്റെ ക്രിയേറ്റീവ് എനർജി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ കണക്കാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി. കാരണം ഈ കാലം അത്രയും ഞാന് മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കാൻ ഉള്ള ശ്രമമായിരുന്നു. അപ്പോ അങ്ങനെ കാലം പോയി. നോക്കി വന്നപ്പോ 80 ആയി. വയസ്സ് കഴിഞ്ഞ 80 വയസ്സ് തികഞ്ഞു. 25 ആയപ്പോഴത്തേക്കും 24. അന്ന് ആഗസ്റ്റ് 15-ാം തീയതിയാണ് ഇത് എഴുതി തീർത്തത്. ഈ തെരുവ് എന്ന് പറഞ്ഞാൽ ചെറിയ തെരുവാണ്. 150 മീറ്ററോ മറ്റേ ഉള്ളു, അത്രേ ഉള്ളൂ. കാരണം അതുപോലെ തന്നെ ഞാൻ ഇതിനെ കുറിച്ച് എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഇതിലുള്ള ആളുകളൊക്കെ മിക്കവാറും പോയി, ചെറുപ്പക്കാരൊക്കെ പോയി, ഫാമിലിയൊക്കെ പോയി. അവസാനം വൃദ്ധര് മാത്രമാണ് അവശേഷിച്ചത്. ബാക്കിയുള്ള ചെറുപ്പക്കാരെല്ലാം പോയി. ചെറിയ കുട്ടികളില്ല.
യുവതി യുവാക്കളില്ല, അവരുടെ പ്രണയഭാഷങ്ങളില്ല, ഇതൊന്നുമില്ല. ആ തെരുവ് വളരെ നിർജീവമായി പോയി. ഈ തെരുവിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. 1980 ഒരു മുസ്ലിം യുവാവ്, 12 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഒരു യഹൂദ ഭവനത്തിൽ ചെന്ന് കയറുന്നതും അവരുടെ ആ വൃദ്ധ ദമ്പതികളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതും അവിടുത്തെ മുത്തശ്ശി റൂബി ആന്റി എന്നാണ് ഇതിൽ പേര്, യഥാർത്ഥത്തില് സാറ ആന്റി ആയിരുന്നു. അവരുടെ 96 വയസ്സ് വരെ നോക്കിക്കൊണ്ടിരുന്നതും ഒക്കെ ഈ താഹ ഇബ്രാഹിം എന്നാണ്. അതില് ഞാൻ എല്ലാ കഥാപാത്രങ്ങളുടെ പേര് മാറ്റിയുണ്ട്. സാറാ കോഹനായിരുന്നു അത്. സോറാ കോഹന്റെ ഫ്യൂണറലിലൊക്കെ ഞാൻ പങ്കെടുത്ത ആളാണ്. ആ ദിവസം ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. ഈ താഹ ഇബ്രാഹിം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. അവരെ 40 കൊല്ലത്തോളം ഇവരെ നോക്കി സംരക്ഷിച്ചത്, മരണം വരെ സംരക്ഷിച്ചത്. അത് വലിയൊരു ലെജൻഡാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ലെജൻഡ് തന്നെയാണ്. പിന്നെ ഈ ജൂട്ടോ എന്ന് പറഞ്ഞാൽ ഇവര് ഈ 500 കൊല്ലം മുമ്പ് ഈ വൈറ്റ് ജ്യൂസ് എന്ന് പറയുന്ന പരദേശി ജ്യൂസ്, അവരാണ് ഈ ഇപ്പോഴുള്ള ആ ഏറ്റവും വലിയ പള്ളി നിർമ്മിച്ചത് അവരാണ്. ഈ പരദേശി ജ്യൂസാണ് അത് ഉണ്ടാക്കിയത്. അപ്പോ അത് കാണാനാണ് നിത്യവും നൂറുകണക്കിന് ആളുകൾ, ടൂറിസ്റ്റുകൾ ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഈ ചെറിയൊരു തെരുവാണ്, പക്ഷെ ആ തെരുവിന് 250 കൊല്ലത്തെ ചരിത്രമുണ്ട്. അത് ഒരു കുടുംബത്തിന്റെ റെസിസ്റ്റൻസിന്റെ കഥയാണ്. അവരാ ബ്ലാക്ക് ജ്യൂസ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബ്രൗൺ ജ്യൂസ് എന്ന് വിളിക്കപ്പെടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ബ്രൗൺ ജ്യൂസ് നേരിട്ട ഈ വിവേചനങ്ങൾ, ബ്ലാക്ക് ജ്യൂസിൽ നിന്ന് നേരിട്ട വിവേചനങ്ങളുടെ കഥയാണ് ഇത്. 250 കൊല്ലം നീണ്ടു നിന്ന് അവർക്ക് ആ പള്ളിയിലെ ആരാധനകൾക്ക് അനുവദിച്ചിരുന്നില്ല. അത് കാരണം അവര് കൊച്ചങ്ങാടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ആലിയ പോകുന്നുണ്ട്. അവിടെ ഒരു ചെറിയ റൂം വാടകയ്ക്ക് എടുത്ത് അവര് ആരാധനകൾ നടത്തുന്നുണ്ട്. ഇതില് പിന്നെ 20th സെഞ്ചുറിയില് ഈ ഇതിന്റെ ഈ വിവേചനങ്ങൾക്കെതിരായിട്ട് ചെറുത്ത് നിൽക്കുന്നത് എബ്രഹാം ബാരക് സേലം എന്ന് പറഞ്ഞ ഒരാളാണ്. അത് ജൂയിഷ് ഗാന്ധി എന്ന് അറിയപ്പെട്ട ഒരാളാണ്. അത് ഗാന്ധിയനായിരുന്നു. അപ്പോ ഗാന്ധിയനാണ്. ലാഹോർ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്. സിദി സാഹിബുമായിട്ട് പോയിട്ട് പങ്കെടുത്താണ്ട് അതിന്റെയൊക്കെ ചിത്രം ഇതിൽ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജൂസ് സ്ട്രീറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് കൊച്ചങ്ങാടി എന്ന് പറയുന്നത്. കോച്ചമാരുടെ അങ്ങാടിയാണ് കൊച്ചങ്ങാടി ആയതെന്ന് ഒരു കൂട്ടര് പറയുന്നുണ്ട്. അതിന്റെ ആ സ്ഥലനാമത്തിന്റെ കാര്യം എത്രത്തോളം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും അതിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ട്. അപ്പോ പിന്നെ ഈ ഏരിയ, ഈ ജൂ സ്ട്രീറ്റ് എന്നുള്ള ഏരിയയില് കൊച്ചങ്ങാടിയിലൊക്കെ ഇവരുടെ കെട്ടിടങ്ങളായിരുന്നു ഈ ഇത്. അപ്പോ ഞങ്ങൾക്ക് പിന്നെ എന്റെ ബാപ്പയുടെ കോയർ ഫെഡ് എന്ന് പറഞ്ഞ സ്ഥാപനം ഈ ജൂ സ്ട്രീറ്റിലായിരുന്നു. ഞാൻ അവിടെ ഇംബ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രസ് ഒരു കാലത്ത് നടന്നിരുന്നു. എന്റെ അളിയൻ, എന്റെ സഹോദരിയുടെ ഭർത്താവ് മൊയ്തീനേന എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അവിടെ മലഞ്ചരക്ക് കച്ചവടം ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഈ സ്ട്രീറ്റ്. അത് തന്നെ ഒരു എക്സ്റ്റൻഷനാണ് കൊച്ചങ്ങാടി എന്ന് പറയണത്. അപ്പൊ ഞങ്ങള് പിന്നെ എറണാകുളത്തോ മട്ടാഞ്ചേരി ബസാറിലോ പോലീസ് സ്റ്റേഷനിലോ ഈ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നെങ്കിൽ ഈ ജൂ സ്ട്രീറ്റ് കടന്ന് വേണം പോകാനായിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഹലേഗ്വ ഹൗസിന്റെ മുമ്പിൽ ഒരു വൃദ്ധ യഹൂദൻ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കണ കാണാറുണ്ട്. നിശബ്ദമായിട്ട് ശൂന്യമായ ദൃഷ്ടികളുമായിട്ട് ഇങ്ങനെ നിൽക്കണ കാണുന്നുണ്ടായിരുന്നു.
അത് എന്റെ മനസ്സിൽ കിടന്ന ഒരു കഥ രൂപപ്പെട്ട് അങ്ങനെയാണ് മാതൃഭൂമി വീക്കിലിയില് ഈ ദാനിയേല് കോച്ച എന്ന കഥ വരുന്നത്. ആ കഥ വന്ന കാലത്ത് പിന്നെ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആയിട്ട് ഞാൻ അന്ന് ഫാസിലിന്റെ ഒരു സിനിമക്ക് മറക്കിലൊരിക്കലും എന്ന സിനിമക്ക് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചെന്നൈയിലുള്ള ഈ പാംഗ്രോവ് ഹോട്ടലിൽ പോയി. അപ്പോ അവിടെ കുഞ്ഞബ്ദുള്ളയുടെ ഒരു പുനത്തിലിന്റെ ഒരു സിനിമയുടെ കഥയുടെ സിനിമ ആവിഷ്കാരം ഫൈനൽ വേർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതിന്റെ സംവിധായകൻ പള്ളിക്കര VP മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് എന്നെ പുനത്തിലുമായിട്ട് പരിചയപ്പെടുത്തി. അപ്പോ അദ്ദേഹം അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പുനത്തിൽ സംസാരിച്ചു. ആ കഥയെ കുറിച്ച് ഭയങ്കര സംസാരിച്ചിട്ട് നിർത്തനില്ല. അത്രയും ഭയങ്കരമായിട്ട് പുനത്തിലൊക്കെ ഞാൻ അങ്ങേറ്റം ആദരിക്കുന്ന ഒരാളാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അദ്ദേഹം ഈ ഒരു കഥയെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എടാ ഇതിലൊരു നോവല് ഉണ്ട്, അത് എഴുതണം, ജമാൽ അത് എഴുതണം, എന്നെങ്കിലും എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എഴുതാനുള്ള ശ്രമം ഞാൻ അന്നേ ആരംഭിച്ചു. അങ്ങനെ ആണ് ഈ 80ാമത്തെ വയസ്സിൽ ഈ നോവൽ എഴുതുന്നത്. അപ്പൊ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം നോവലിന്റെ ഘടന, ഭാഷ, ശില്പരീതി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എഴുതിയാൽ എനിക്ക് എത്രത്തോളം വിജയിപ്പിക്കാൻ സാധിക്കും, അതിനുള്ള ഒരു ക്രിയേറ്റീവ് എനർജി എന്നിൽ അവശേഷിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയമായിരുന്നു എനിക്ക്. പക്ഷെ ഞാനത് എഴുതി തീർത്തു എന്നുള്ളതാണ്. എഴുതി തീർത്തിട്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള കുഞ്ഞാമു, AP കുഞ്ഞാമു, അത് കേരളത്തിലെ മലയാളത്തിലെ മികച്ച ട്രാൻസ്ലേറ്ററാണ് കുഞ്ഞാമുവിന് ഞാൻ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് അയച്ചപ്പോ കുഞ്ഞാമു ഗംഭീരമായിട്ടുള്ള ഒരു ലേഖനം എഴുതിയാണ് അയച്ചത്. അത് ഞാൻ പുസ്തകത്തിന്റെ അനുബന്ധമായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇനി ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. സന്തോഷം. നമുക്കിനി നോവലിനെ വിലയിരുത്തിക്കൊണ്ടുള്ള പ്രഭാഷണത്തിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഇത് നോവൽ വായിച്ച് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഡോക്ടർ ഏണിയെ പോലുള്ള ആൾക്കാരും താഴെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ജമാൽ കൊച്ചങ്ങയുടെ സാഹിബിൻ്റെ സിനഗോഗ് ലൈൻ എന്ന നോവലിനെ വിലയിരുത്തി സംസാരിക്കുന്നത് സൂരജ് രാജേഷ് ചേലാട്ട്. ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. താങ്ക് യു സർ ഫോർ ദ വോം ഇൻട്രൊഡക്ഷൻ. പിന്നെ പ്രദീപ് സാറിനോടും ഹേമ മാമിനോടും പ്രത്യേകം നന്ദി പറയുന്നു എന്നെ ഈ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന്. പിന്നെ വലിയൊരു സന്തോഷം ജമാൽ കൊച്ചങ്ങാടി സാറുമായിട്ട് ഈ റൂമില് ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതും. അപ്പൊ അദ്ദേഹത്തെ ഞാൻ നോവല് വായിച്ചതിന് ശേഷം ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നേരിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോ ഈ നോവല് എനിക്കും വളരെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ വീണ്ടും ഒരു അവസരം കിട്ടുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം. പിന്നെ പ്രത്യേകിച്ചും ഇപ്പോ നോവലിനെ സംബന്ധിച്ചിടത്തോളം സർ പറഞ്ഞതുപോലെ TN പ്രകാശ് നോവൽ പുരസ്കാരം നോവലിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ മാസം തന്നെ അടുത്ത ആഴ്ച തൃശ്ശൂരിലുള്ള കേരള സാഹിത്യ അക്കാദമി സദസ് നോവലിനെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെയും നോവലിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. അപ്പൊ നോവലിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഈ നോവൽ വായിക്കാനിടയായ ഒരു സാഹചര്യത്തെ പറ്റി ചെറിയൊരു ആമുഖം തരാം. അപ്പൊ ഞാൻ TCS വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഡെവലപ്പർ ആണ്. അപ്പോ പുസ്തകങ്ങൾ വളരെ താല്പര്യത്തോടെ എല്ലാ കാലത്തും വായിക്കാറുണ്ട്. അതും തിരഞ്ഞുപിടിച്ച് എനിക്ക് എല്ലാത്തരം പുസ്തകങ്ങളും ഫിക്ഷനും നോൺ ഫിക്ഷനും പൊതുവെ വായിക്കും. എനിക്ക് ദേശചരിത്രം പറയുന്ന പുസ്തകങ്ങളോടും ഫിക്ഷനോടും പ്രത്യേകമായൊരു ഇഷ്ടമുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഓർഹാൻ പമുക്ക്. അപ്പോ ഓർഹാൻ പമുക്കിന്റെ നോവലുകളെല്ലാം തന്നെ ഇസ്താൻബുൾ ബേസ് ചെയ്ത് വളരെ ദീർഘമായിട്ടുള്ള രീതിയിൽ എഴുതപ്പെട്ട, അത് അദ്ദേഹം ഓരോന്നിനും ഡിഫറെന്റ് ആയ ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കും ചെയ്യും. അപ്പോ അതില് ഈ ദേശചരിത്രം, അതുപോലെ വ്യക്തികള്, പിന്നെ കൾച്ചർ, ഇങ്ങനെ പല
എലമെന്റ്സിനെ വളരെ രസകരമായി കഥയിൽ സമന്വയിപ്പിച്ച് അദ്ദേഹം കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. അപ്പോ ഇതുപോലെ യാദൃച്ഛികമായി ഞാൻ തൃശ്ശൂർ ഒരു ബുക്ക് ഫെയറിൽ, മാതൃഭൂമിയുടെ ഒരു ബുക്ക് ഫെയറിന് പോയപ്പോ അന്ന് ഈ നോവൽ ഇറങ്ങി 1-2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ സിനഗോഗ് ലെയ്ൻ പുസ്തകം കയ്യിലെടുത്ത് നോക്കുമ്പോ സത്യസന്ധമായി പറഞ്ഞാൽ ഈ നോവല് വാങ്ങുന്നവരെ എനിക്ക് ജമാൽ കൊച്ചങ്ങാടി സാറിനെ പറ്റി കേട്ടറിവില്ല. അപ്പോ അദ്ദേഹം ഇത്രയും വർഷം അനുഭവ പരിചയമുള്ള ഒരു ലിറ്റററി എഡിറ്റർ ആണെന്നും അതുപോലെ എഴുത്തുകാരനാണെന്നും 32 പുസ്തകങ്ങൾ അതിനകം തന്നെ ഇറക്കിയ ഒരു എഴുത്തുകാരനാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഞാൻ പുസ്തകം എടുക്കാൻ വലിയൊരു കാരണം അതിൽ NS മാധവൻ എഴുതിയിട്ടുള്ള അവതാരികയാണ്. അപ്പൊ NS മാധവൻ നമുക്കറിയാം, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകളാണെങ്കിലും അല്ലെങ്കിൽ മലയാളത്തിൽ എണ്ണം പറഞ്ഞ ഏറ്റവും മികച്ച ചെറുകഥകളായ ഹിഗ്വിറ്റ, കാർമെൻ, കാണി ഇതെല്ലാം എഴുതിയിട്ടുള്ള കൊച്ചിയുടെ ഒരു കഥാകാരനാണ്. അപ്പോ NS മാധവൻ വളരെ സ്ട്രോങ്ലി എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിൽ ഇത് കൊച്ചിയുടെ വ്യത്യസ്തമായ ഒരു ആഖ്യാനമാണ്, ജൂതചരിത്രമാണ് ഇതിൽ പറയുന്നത്. അതില് സിനഗോഗ് ലെയ്നിലെ ജീവിതവും കൾച്ചറും പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് ഉറപ്പായിട്ടും എടുത്തു വായിക്കണം എന്ന് വളരെ താല്പര്യവും ആവേശവും തോന്നി. അങ്ങനെ ഞാൻ ഈ പുസ്തകം വാങ്ങി ഒരു രാത്രിയും അടുത്തൊരു പകലും എടുത്ത് ഞാനിത് വായിച്ച് തീർക്കുകയാണ് ഉണ്ടായത്. അപ്പൊ വായിച്ചു തീർത്ത ഉടനെ ഞാൻ അതിനെപ്പറ്റി ഒരു ദീർഘമായിട്ടുള്ള ഒരു നിരൂപണം, അത് ആദ്യം ഇംഗ്ലീഷിലും പിന്നീട് മലയാളത്തിലുമായി എഴുതി അത് ജമാൽ കേട്ട് പങ്കുവച്ചു ഫേസ്ബുക്കില്. അപ്പൊ അത് ഷെയർ ചെയ്തതിന് ശേഷം അദ്ദേഹം എന്റെ നമ്പർ ചോദിച്ച് എന്നെ വിളിക്കുകയും ഞങ്ങൾ നോവലിനെ പറ്റി ദീർഘമായി സംസാരിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് നോവലിൽ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കുറെ അധികം എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ അതില് ഞാൻ ആ നിരൂപണത്തിൽ എഴുതിയിട്ടുള്ളതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ചില എലിമെന്റ്സ് ഇവിടെ പങ്കുവെക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട നോവലാണ് എന്നുള്ളത് രണ്ടർത്ഥത്തിലാണെന്ന് ഞാൻ പറയും. ഒന്ന്, ജമാൽ കൊച്ചങ്ങാടി സാറിനോട് നമ്മൾ നന്ദി പറയേണ്ടത് അദ്ദേഹത്തിന് ഏറ്റവും പരിചയമുള്ള ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് വളരെ ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ചരിത്രം അതിന്റെ സമഗ്രമായ അർത്ഥത്തിലും അദ്ദേഹം അതില് ഒരു ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രൈമറി ആസ്പെക്ട്. അപ്പൊ അതൊരു തരത്തിലൊരു ഫാക്ച്വൽ പ്രിസർവേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ കൂടിയാണ്. അപ്പൊ അത് പല രീതിയിലും ചെയ്യാം. അത് നോൺ ഫിക്ഷൻ ആയിട്ട് ചെയ്യാം. ഫിക്ഷൻ ആയിട്ട് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ക്രാഫ്റ്റ് അതിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ ആൾക്കാർ ഇത് ഒരു വായനാക്ഷമതയുള്ള ഒരു കൃതി കൂടി ആയിരിക്കണം. പക്ഷെ അവിടെ അദ്ദേഹം പരിപൂർണമായി വിജയിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ പോലെ ഈ ദേശാഖ്യാനം വരുമ്പോ, ചരിത്രം വരുമ്പോ പൊതുവെ വളരെ ദീർഘിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ നോവലുകളിൽ അവലംബിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷെ ജമാൽ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം ലിറ്റററി എഡിറ്റർ ആയിട്ടും അതുപോലെ ഒരു എഴുത്തുകാരനായും വർക്ക് ചെയ്തതിന്റെ ഒരു ക്രാഫ്റ്റ് അദ്ദേഹത്തിന്റെ എഴുത്തിലുണ്ട് ഈ നോവലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഇതില് NS മാധവൻ അവതാരികയിൽ പറയുന്ന ഒരു കാര്യം വളരെ സത്യമാണ്. ഈ നോവലിലുള്ള ഒരു എഡിറ്റിംഗ്, അത് സിനിമയിൽ നമ്മൾ ജംപ് കട്ട് എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മള് ഒരു കാലഘട്ടത്തിൽ നിന്നും വേറൊരു കാലഘട്ടത്തിലേക്ക് ചിലപ്പോൾ ഒരു വരിയിൽ നിന്നായിരിക്കും ജമ്പ് ചെയ്യുക. ഇത് നമ്മൾ മാർക്കീസിന്റെ ഒക്കെ നോവലുകളിൽ നമ്മൾ വായിച്ച് പരിചയിച്ചിട്ടുണ്ട്. അപ്പൊ അത് എത്ര സ്മൂത്ത് ആയിട്ടാണ് ജമാൽ സാർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അത്ഭുതം. കാര്യം ഇതില് 500 വർഷത്തോളം ഉള്ള കേരളത്തിൽ ഉണ്ടായിരുന്ന ജൂത സമൂഹത്തിന്റെ കുടിയേറ്റവും പലായനവും ഒക്കെ വരുന്ന കുറേയധികം എപ്പിസോഡ്സ് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ അദ്ദേഹം വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. അത് നമ്മൾ അറിയുകൂടിയില്ല. നോവല് വളരെ ശ്രദ്ധിച്ച് വായിക്കണം എന്ന് മാത്രം. കാര്യം നമ്മളിപ്പോ ഒരു ചാപ്റ്റർ പോലും അല്ലെങ്കിൽ ഒരു വരി പോലും ഒരു ഖണ്ഡിക പോലും സ്കിപ്പ് ചെയ്ത് നമുക്കിത് വായിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടെ ആദിമധ്യാന്തം വായിക്കേണ്ട ഒരു നോവലുമാണ്. എന്നാൽ അത് വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയി വളരെ ലഘുവായി എഴുതിയ ഒരു നോവലാണ്. പക്ഷെ അതില് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് വളരെ സമർത്ഥമായിട്ട് തന്നെ. പിന്നെ രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് യുദ്ധം. ഇപ്പോ മനുഷ്യരെ ഈ ഒരു നൂറ്റാണ്ടിൽ, ഈ ഒരു ദശാബ്ദത്തിൽ തന്നെ നമ്മളെ ഏറ്റവും അധികം ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം യുദ്ധം എന്നുള്ളതാണ്. അതിൽ തന്നെ മനുഷ്യ രാശി കണ്ട ഏറ്റവും നീണ്ട യുദ്ധങ്ങളിൽ ഒന്ന് ഇസ്രയേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് ആണ്. അത് 2023 തൊട്ട് ഇപ്പോ ഇന്ന് എത്തി നിൽക്കുമ്പോൾ എത്തരത്തിലാണ് അത് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരു അന്ത്യം കാണുന്നുമില്ല, കാണാൻ എളുപ്പമല്ല എന്നും പൊതുവെ എല്ലാവരും പറയുന്നു. അപ്പോ ഇതിലേക്കൊക്കെ ലീഡ് ചെയ്ത ഇവന്റ്സ് എന്താണെന്നും അത് എവിടെ നിന്ന് തുടങ്ങിയതാണെന്നും
അത് അദ്ദേഹം ഈ നോവലിൽ വളരെ സൂക്ഷ്മമായി പറയുന്നുണ്ട്. ഈവൻ ഒരു ആന്റി വോർ സ്റ്റേറ്റ്മെന്റ് വരെ അദ്ദേഹം വളരെ സറ്റിലായിട്ട് ഈ നോവലിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അപ്പോ ഈ നോവലിന്റെ ഒരു പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ എ.ബി. സൈലം എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൽ ഉണ്ടായിരുന്ന ജൂതഗാന്ധി എന്നറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ്. അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ ഇസ്രായേൽ രൂപീകരണത്തിന്റെ സമയത്തും അദ്ദേഹം അതെങ്ങനെയാണ് കണ്ടിരുന്നത് എന്നും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻസ് എന്തായിരുന്നു അതെല്ലാം ജമാൽക്ക വളരെ രസകരമായി നോവലിൽ പറയുന്നുണ്ട്. അത് യഥാർത്ഥ ഇവന്റ്സിനെ ബേസ് ചെയ്ത് തന്നെ. അപ്പോ നോവലിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് ആയ രണ്ടുപേര്, ഒന്ന് സാറ കോഹനും രണ്ട് താഹ ഇബ്രാഹിമും. ഇവര് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന താഹ ഇബ്രാഹിം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. സാറ കോഹൻ ജൂത തെരുവിലെ അവസാനത്തെ ജൂത അന്തേവാസിയായിരുന്നു. അവര് നമുക്കെല്ലാവർക്കും പരിചിതയായിരിക്കും ഓൾറെഡി. ഇവൻ കവി അനിത തമ്പി സാറാ കോഹനെ പറ്റി വളരെ രസകരമായിട്ടുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു ബന്ധത്തിന്റെ, അതായത് ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ കൂടി ഒരു അമ്മയും മകനും പോലെ അവർ പങ്കിട്ടിരുന്ന ആ ബന്ധത്തിലൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആണ് അദ്ദേഹം പാസ് ചെയ്യുന്നത്. അതായത് ഒരു ജൂത വനിതയും ഒരു മുസൽമാനും അവര് തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സ്നേഹവും മൈത്രിയും, അതേപോലെ ജൂതത്തെരുവില് ജീവിച്ചിരുന്ന അനേകം വ്യക്തികളും ഇതേപോലെ അവര് തമ്മിൽ വേറെ സംഘർഷങ്ങളോ വേറെ ഭിന്നതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെ ഒരു ജൂയിഷ് ഇസ്ലാമിക് ഒരു യൂണിറ്റിയെ പറ്റി അദ്ദേഹം വളരെ ശക്തമായി തന്നെ നോവലിൽ പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ യുദ്ധത്തിനെതിരെ വളരെ സൂക്ഷ്മമായി വളരെ സറ്റിലായി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പാസ് ചെയ്യുന്നുണ്ട് ഇതില്. അപ്പോ അതും വളരെ അട്രാക്റ്റീവായി തോന്നിയ ഒരു ആസ്പെക്ട് ആണ്. പിന്നെ ഈ തുടക്കത്തില് നോവല് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജിം റീവ്സിന്റെ ഒരു പാട്ടിൽ നിന്നുമാണ്. അപ്പോ വെൽക്കം ടു മൈ വേൾഡ്, മിറക്കിൾസ് ടു ഹാപ്പൻ നൗ ആൻഡ് ദെൻ എന്നുള്ള അർത്ഥം വരുന്ന വരികളോടെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. അപ്പൊ നമ്മളും ഇപ്പോ എനിക്ക് പൊതുവെ നോവലുകൾ വായിക്കുമ്പോൾ അതിലെ ആദ്യ വാക്യം എന്താണെന്ന് വായിക്കാൻ വലിയ താല്പര്യമാണ്. കാര്യം നമുക്കറിയാവുന്ന എല്ലാ ഐക്കോണിക് നോവലുകളിലും ആ ആദ്യ വാക്യത്തിൽ തന്നെ ആ മുഴുവൻ നോവലിന്റെയും ഒരു സത്ത അടങ്ങിയിട്ടുണ്ടാവും. അപ്പോ ഈ പാട്ട് അദ്ദേഹം അവിടെ പ്ലേസ് ചെയ്തതിനും ഒരു കാരണമുണ്ട്. കാര്യം നമ്മള് വി ആർ ഇൻ ഫോർ എ റൈഡ് എന്ന് പറയുന്നത് പോലെ നമ്മൾ വലിയൊരു ജേർണിയിലേക്കാണ് നമ്മൾ ആനയിക്കപ്പെടുന്നത്. അത് എത്രയോ നൂറ്റാണ്ടുകൾ കവർ ചെയ്യുന്ന, അത് ചിലപ്പോ കാലത്തേക്ക് മുന്നോട്ട് നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും, അതേ സ്പീഡിൽ തന്നെ നമ്മൾ തിരിച്ച് പ്രസന്റിലേക്കും വരും. അപ്പൊ അതെല്ലാം അദ്ദേഹം വളരെ രസകരമായി അദ്ദേഹം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു സവിശേഷത നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയും, അതായത് ലൈഫ് കംസ് അറൌണ്ട് സർക്കിൾ എന്ന് പറയും. അതായത് നമ്മൾ ജീവിതം തുടങ്ങിയിടത്ത് നിന്നും അവസാനിക്കുന്നിടത്ത് എത്തുമ്പോൾ ഒരു വൃത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയും. അപ്പൊ അത് ഈ നോവലിന്റെ കാര്യത്തിലും സത്യമാണ്. കാര്യം ഈ താഹ ഇബ്രാഹിമിനെ ബേസ് ചെയ്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള ക്യാരക്ടറുടെ പേര് അമീർ ബാവ എന്നാണ്. അതുപോലെ സാറാ കോഹന് പകരം റൂബി ആന്റി. അപ്പൊ ഡാനി അങ്കിൾ എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഈ അമീർ ബാവ റൂബി ആന്റിയുടെയും ഡാനി അങ്കിളിന്റെയും വീട്ടിൽ എത്തുന്നതും അവരുമായി പരിചയപ്പെടുന്നതും അവരുടെ ജീവിതം എത്തരത്തിൽ ഇവരെത്തരത്തിൽ ഇണങ്ങുന്നു, ഇവരുടെ ജീവിതം എത്തരത്തിൽ മുന്നോട്ട് പോകുന്നു, ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഈ റൂബി ആന്റി മരിച്ച് റൂബി ആന്റിയുടെ ശേഷക്രിയകളും കാര്യങ്ങളും ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് നോവല് അവസാനിക്കുന്നത്. അപ്പോ ഇതൊരർത്ഥത്തില് ഈ അമീർ ബാവ എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ആർക്കിന്റെ ഒരു റൗണ്ട് സർക്കിൾ ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ഒരു വ്യക്തിയിലൂടെ തുടങ്ങുമ്പോഴും ഇതിലെ ഓരോ ചാപ്റ്ററിനും ഓരോ വ്യക്തികളുടെയോ അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജൂത ഇവന്റിന്റെയോ ഒരു ശീർഷകമാണുള്ളത്. അപ്പോ അതിൽ ഓരോന്നിലും അദ്ദേഹം പല ക്യാരക്ടേഴ്സ് കാലങ്ങളിലൂടെ പല ക്യാരക്ടേഴ്സിന്റെ കോൺഷ്യൻസിലേക്കും പെർസ്പെക്റ്റീവിലേക്കും മാറി സഞ്ചരിക്കുന്നുമുണ്ട്. അപ്പോ വേറൊരു കാര്യം, ഇതില് അപൂർവമായിട്ട് മലയാള നോവലുകളില് ജൂത ജീവിതവും ജൂത കൾച്ചറും വളരെ അപൂർവമായിട്ടേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വായിച്ചിടത്തോളം, എന്റെ പരിമിതിയായിരിക്കാം. പക്ഷെ ഇതില് ജമാൽക്ക ജൂത ജീവിതവും ജൂത ജീവിതത്തിന്റെ പല എലമെന്റ്സും, അതായത്
അവരുടെ എംബ്രോയിഡറി, അവരുടെ ഭക്ഷണ രീതികള്, പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്യൂണറൽ, പിന്നെ അവരുടെ കളി, ഗെയിംസ്, അവരുടെ ആർട്ട്, പിന്നെ ലിറ്ററേച്ചർ, ഇങ്ങനെ പല എലമെന്റ്സും അദ്ദേഹം വളരെ റിസർച്ച് ചെയ്ത് തന്നെ നോവലിൽ വളരെ ഭംഗിയായി അദ്ദേഹം വിളക്കി ചേർത്തിട്ടുണ്ട്. അപ്പോ അദ്ദേഹം ആമുഖത്തിൽ പറയുന്നത് 12 വർഷത്തോളം റിസർച്ചും എഴുത്തും പോയിട്ടുണ്ട്. 12 വർഷത്തേക്കാൾ മുന്നേ അദ്ദേഹം പറഞ്ഞ പോലെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഇങ്ങനൊരു ജേം ഓഫ് എ തോട്ട് മനസ്സിൽ നിക്ഷേപിച്ചപ്പോ തൊട്ട് അദ്ദേഹം അതിലേക്കായിട്ട് റിസർച്ചും അതുപോലെ ശേഖരണവും നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അതിന്റെ എല്ലാ റിച്ച്നെസ്സും നോവലിലുണ്ട്. കാര്യം നോവല് പറയുന്ന കഥകൾ വളരെ സീരിയസും വളരെ ഗൗരവമേറിയതും ആണെങ്കിലും അതിൽ ഈ പറഞ്ഞ എല്ലാ നിറങ്ങളും വർണ്ണങ്ങളും നമുക്ക് വളരെ ഒരു സിനിമ കാണുന്ന ഒരു ചാരുതയോടെ നമുക്ക് കാണാം. നോവല് ഒരു സ്ഥലത്തും ഒരു ഇടർച്ചയില്ലാതെ അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആ ഒരു ജംപ് കട്ട് മെക്കാനിസത്തിലൂടെ ഇപ്പോ നോവല് ആദ്യം പ്രസന്റിലൂടെ ഈ അമീർ ബാവ കുട്ടിയായിരിക്കുമ്പോ ജൂതത്തെരുവിൽ എത്തപ്പെട്ട ആ ഒരു കാലത്ത് ആളുടെ ചെറുപ്പത്തിൽ നിന്ന് ആൾ വളർന്നു വലുതാവുന്ന ഒരു പോയിന്റ് വരെ കഥ പറഞ്ഞ് പിന്നെ നേരെ രണ്ടാം ഭാഗത്തിൽ, അതായത് നോവല് 3 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭാഗം 2 1750 ചരിത്രത്തിലേക്കാണ് നേരെ പോകുന്നത്. പിന്നെ ഈ 1750 കഴിഞ്ഞ് ഉണ്ടാവുന്ന ചില ക്യാരക്ടേഴ്സും അവരുടെ ജീവിതങ്ങളും പോർട്രേ ചെയ്തതിനു ശേഷം തിരിച്ചു വീണ്ടും ഒരു 1950s ജമ്പ് ചെയ്ത് പിന്നെ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഇതില് ഒരുപാട് വ്യത്യസ്തങ്ങളായ രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതാണ് നോവലിന്റെ വേറൊരു ആകർഷിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പോ അതിൽ ഈ പ്രധാന കഥാപാത്രങ്ങൾ അങ്ങിങ്ങായി വീണ്ടും വരുന്നുണ്ട്. റൂബി ആന്റിയും അമീർ ബാവയും പിന്നെ സമി അങ്കിളും. പക്ഷെ ഇതില് പാസ്റ്റില് വരുന്ന ചില കഥാപാത്രങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ പൊളിറ്റിക്സ് എന്നുള്ള കാര്യം വളരെ അന്തർലീനമായി സട്ടിലായി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ പൊളിറ്റിക്സിന്റെ കാര്യം പറയുമ്പോൾ ഈ ജൂത സമൂഹത്തിൽ, കേരളത്തിൽ ഉണ്ടായിരുന്ന ജൂത സമൂഹത്തിൽ അവർക്കിടയിൽ തന്നെ നിലനിന്നിരുന്ന അപ്പാർത്തീഡ്, അതായത് ഇപ്പോ വർണ്ണവിവേചനം, റേസിസം, ഇങ്ങനത്തെ വിഷയങ്ങളെ അദ്ദേഹം ഈ നോവലില് പറയപ്പെടുന്ന കഥകളിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പരദേശിപ്പള്ളി, നമ്മളിപ്പോ കാണുന്ന ജൂതത്തെരുവിലെ ജൂതപ്പള്ളി, അവിടെ അത് വെള്ളക്കാര് പണിത പള്ളിയായിരുന്നു. അവിടെ ഒരു കാലം വരെ കറുത്ത ജൂതന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. അപ്പൊ ഈ കറുത്ത ജൂതൻ വെളുത്ത ജൂതൻ എന്നുള്ള വിവേചനം വരുന്നത് തന്നെ ലോകത്ത് പല കോണുകളിൽ നിന്നും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ എത്നിസിറ്റിയിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിയ ജൂതന്മാരാണോ അവരുടെ തൊലിയുടെ നിറം വെച്ചിട്ടാണ് ഈ വിവേചനം നടന്നിരുന്നത്. അപ്പൊ അതില് ഒരു വിഭാഗം പള്ളിയിലേക്ക് വരാനും അവരുടെ ആരാധനകളിൽ പങ്കെടുക്കാനും അർഹരാണെന്നും വേറൊരു വിഭാഗം അർഹരല്ല എന്നും ആ ഒരു രീതിയിൽ വളരെ ശക്തമായി തന്നെ ആ കാലത്ത് വളരെ ഹീനമായ രീതിയിൽ ഒരു വിവേചനം നിലനിന്നിരുന്നു. പിന്നെ ഇതില് ഈ AB സൈലം എന്ന് പറയുന്ന ജൂതഗാന്ധി ഈ പറഞ്ഞ പള്ളിയില് കറുത്ത ജൂതന്മാരെ കയറ്റുന്നതിനായി വളരെയധികം പോരാടിയ ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഒരു യാഥാസ്ഥിതിക മനോഭാവം ഉണ്ടായിരുന്നു ചില വിഷയങ്ങളിലേക്ക് വരുമ്പോ എന്ന് അദ്ദേഹം വളരെ സൂക്ഷ്മമായി പറയുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ മക്കള് വേറെ മിശ്രവിവാഹത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരുടെയും മിശ്രവികാരങ്ങളെ, അല്ലെങ്കിൽ മനുഷ്യരൊരിക്കലും പെർഫെക്റ്റ് ആയ എല്ലാം തികഞ്ഞ വ്യക്തികളാവണമെന്നില്ലല്ലോ. അവർക്ക് വളരെ ഫ്ലോഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടാവാം ജീവിതത്തെ പറ്റി. അപ്പോ അത് വളരെ സത്യസന്ധമായി സിൻസിയറായി ജമാൽ സാറ് നോവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതല്ലാതെ പറയണം എന്ന് വെച്ചത്, പിന്നെ നോവലിൽ ഒരു ചടുലത ആദ്യ അവസാനം നമുക്ക് അനുഭവപ്പെടും. ഈ പറഞ്ഞ പോലെ നോവല് കുറച്ച് ഫാസ്റ്റ് പേസ്ഡ് ആണെന്ന് പറയുമ്പോൾ എവിടെയും നമ്മള് ഒരു ബോറടിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരികയോ ആ ഒരു ആസ്പെക്റ്റേ ഇല്ല. പിന്നെ അദ്ദേഹത്തിന് ഇതേ നോവലിൽ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. ഇത് ഒരൊറ്റ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്ത് എഴുതപ്പെട്ട ഒരു ലീനിയർ ആഖ്യാനല്ല. ഇതൊരു നോൺ ലീനിയർ ആഖ്യാനവും അതുപോലെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ക്യാൻവാസുമാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ്
ചരിത്രത്തിലെ പല കോണുകളിൽ നിന്നും അങ്ങിങ്ങായി പ്രത്യക്ഷപ്പെടുന്നു, അതുപോലെ തന്നെ അവര് ഡിസപ്പിയർ ചെയ്യുന്നുമുണ്ട്. അപ്പോ അത് എല്ലാം അദ്ദേഹം കൂട്ടിയിണക്കിയിട്ടുള്ള വിധം തന്നെയാണ് നോവലിന്റെ ഏറ്റവും ആകർഷകമായ ഘടകം എന്ന് ഞാൻ പേഴ്സണലി പറയും. അത് എത്തരത്തിലാണ് അദ്ദേഹം അത് വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയ, വളരെ ഒരു നമ്മളെ അതിലേക്ക് ആദ്യാവസാനം വലിച്ചിടുന്ന ഒരു ആഖ്യാനം അദ്ദേഹം എഴുതിയിട്ടുള്ളിടത്താണ് അതിന്റെ ഒരു സവിശേഷത. പിന്നെ ഒരു പ്രത്യേകത, കൊച്ചിയുടെ ഒരു ഇതര ചരിത്രം അദ്ദേഹം ഈ നോവലിലൂടെ പറയുന്നുണ്ട്. കാര്യം ഇപ്പൊ കൊച്ചിയുടെ ചരിത്രം നമ്മൾ പല പുസ്തകങ്ങളിൽ നിന്നും, ഇപ്പൊ ബോണി തോമസ് കൊച്ചിയെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ജമാൽക്ക തന്നെ കൊച്ചിയെ പറ്റി നോൺ ഫിക്ഷൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ NS മാധവൻ അദ്ദേഹത്തിന്റെ നോവലിലൂടെയും കഥയിലൂടെയൊക്കെ കൊച്ചി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതല്ലാതെയും നമ്മൾ കേട്ട് അറിഞ്ഞ പല ചരിത്ര ആഖ്യാനങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പോ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തിന് നമ്മൾ അറിയാത്ത ചരിത്രത്തിന്റെ ഒരു വശമുണ്ടെന്നും അവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മിശ്രമായിട്ടുള്ള ഒരു കൾച്ചറാണ്. അത് ലന്തക്കാരും പോർച്ചുഗീസുകാരും അതുപോലെ ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം ബ്രിട്ടീഷുകാരും പിന്നെ പലതരം നമ്മുടെ തന്നെ നാട്ടിലെ നേറ്റീവ് ആയിട്ടുള്ള പല വിഭാഗങ്ങളും, അതായത് ഹിന്ദുക്കളും കൊങ്ങിണികളും അങ്ങനെ പലരും എങ്ങനെയാണ് അവരുടെ എല്ലാം കൾച്ചർ ഉൾച്ചേർന്ന് ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും സവിശേഷമായ ഒരു കൾച്ചർ രൂപപ്പെട്ടത് എന്നുള്ളൊരു ചരിത്രരേഖ കൂടിയാവുന്നുണ്ട് നോവൽ. പിന്നെ ഇതില് നമ്മൾ ഒരിക്കലും ഇനി കാണാനോ അറിയാനോ സാധ്യതയില്ലാത്ത പല ജൂത ആചാരങ്ങളും ജൂത ഫെസ്റ്റിവലുകളും ഇതില് നോവലില് കടന്നു വരുന്നുണ്ട്. അതെല്ലാം വായിച്ചു പോകുന്നത് വളരെ രസമാണ്. അത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോവലിസ്റ്റിനോട് വളരെ നന്ദി പറയണം. കാര്യം അദ്ദേഹം ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ ഒരു റിയലിസത്തോടെ അത് ആസ്വദിക്കാൻ സാധിക്കും നമുക്ക് എന്തെങ്കിലും എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ ഒരു പേസിനെ പറ്റി എനിക്ക് തോന്നിയ വേറൊരു ഒരു ആസ്പെക്ട്, ഇത് എവിടെയും നോവല് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു, ഒരു ഇടർച്ചയില്ല എന്ന് പറഞ്ഞു. ഒരർത്ഥത്തില് ജൂത സമൂഹത്തിന്റെ ജീവിതവും നമ്മളെ ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ്. അതായത് എവിടെയും വേരുറച്ചു നിൽക്കാൻ സാധിക്കാതെ എല്ലാ കാലത്തും ഒരു റെഫ്യൂജിയായി അല്ലെങ്കിൽ എല്ലാ കാലത്തും ഒരു പലായനം ചെയ്യപ്പെടേണ്ട ഒരു ചരിത്രം ജൂത സമൂഹത്തിന് വളരെ പണ്ട് തൊട്ട് ഇന്ന് വരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ആ പേസിൽ തന്നെ വളരെ രസകരമായി ബ്ലെൻഡ് ചെയ്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് നോവലില് വേറൊരു സവിശേഷത, അതില് മോസസ് കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലിസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ഈ ദേശത്തിന്റെ ചരിത്രം എഴുതാൻ താല്പര്യപ്പെട്ടു വരുന്നുണ്ടെന്നും അദ്ദേഹം ജൂതത്തെരുവിലെ അന്തേവാസികളായി സംസാരിച്ച് അവരുടെ ജീവിതം ചരിത്രവും അറിഞ്ഞ് അദ്ദേഹം അതിനെപ്പറ്റി ഒരു നോവൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ നോവലിനുള്ളിലെ നോവൽ എന്നുള്ളൊരു ആസ്പെക്ട് കൂടി നമ്മൾ ഇപ്പൊ ഒരു കുറച്ച് ടെക്നിക്കലായി പറയുകയാണെങ്കിൽ മെറ്റാ നെറേറ്റീവ് എന്ന് നമ്മൾ പറയും. അപ്പോ അങ്ങനെ ഒരു മെറ്റാ നെറേറ്റീവിന്റെ സാധ്യതയും നോവലിന്റെ അവസാനത്തോടടുത്ത് ജമാൽക്ക നോവലിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ ക്യാരക്ടേഴ്സും അതില് സ്ത്രീ പുരുഷ ഒരു ബാലൻസ് വളരെ പെർഫെക്റ്റ് ആണ്. അതായത് പുരുഷന്മാരുടെ കഥ പറയുന്ന പോലെ തന്നെ സ്ത്രീകളുടെ കഥയും ബാലൻസ് ചെയ്ത് ജമാൽക്ക പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ ഒരു ചരിത്രാഖ്യാനവും ദേശാഖ്യാനവും ആവുമ്പോഴും വളരെ സൂക്ഷ്മമായ മനുഷ്യാവസ്ഥകളിലേക്കും അതുപോലെ മനുഷ്യരുടെ വളരെ ആന്തരികമായ റിയാലിറ്റികളിലേക്കും അദ്ദേഹം പോകുന്നുണ്ട്. പിന്നെ നോവലിൽ വളരെ പണ്ട് ഉള്ള ക്യാരക്ടേഴ്സ് തൊട്ട് ഇന്നുള്ള ക്യാരക്ടേഴ്സ് വരെ പ്രായമായവരും ചെറുപ്പക്കാരും തീരെ ചെറിയ കുട്ടികളും അങ്ങനെ ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ക്യാരക്ടേഴ്സും നോവലിൽ വരുന്നുണ്ട്. അപ്പോ നോവലിനെ പറ്റി ഇതാണ് പ്രഥമമായും പറയാനുള്ളത്. ഇനി ചർച്ചയിലൂടെ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തോന്നുന്നു. അതില് ചർച്ച പുരോഗമിക്കുന്നതിലൂടെ കൂടുതൽ പോയിന്റ്സ് അപ്പോഴും ഞാൻ ആഡ് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോ നന്ദി, താങ്ക് യു. സന്തോഷം. സൂരജ് രാജേഷ് ചേലാട് അദ്ദേഹം വളരെ വിശദമായി നോവലിനെ വിലയിരുത്തി. ഒരു കാര്യം പറയട്ടെ, ഇതില് ഒരു കഥാപാത്രമായ മേരി ഉണ്ട്. ഈ നോവലില് വരുന്ന മേരി ഇതിന്റെ ഒരു കഥാപാത്രമാണ്. അമ്മിഞ്ഞപ്പാട് എന്ന് പറഞ്ഞ ചാപ്റ്റർ മേരി പറഞ്ഞു തന്ന കഥയാണ്. അദ്ദേഹം ഈ മേരി പിന്നെ എസ്കോഡർ എന്ന് പറഞ്ഞ
ഈ വൈദ്യു ആയിട്ടുള്ള ഒരു ഏറ്റവും സമ്പന്നനായ ആളുടെ അവരുടെ പിന്നെ തോപ്പുംപടിയിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ മാനേജറായിരുന്ന ആളാണ് ഈ മേരി. മേരി ഇതിൽ ബേബി എന്ന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. രസകരമായിട്ട് അവര് പറയുന്ന ഒരു കഥ ആണ്, സമ്യാങ്കിളുമായിട്ടുള്ള ഒരു ഡയലോഗിൽ കൂടി വരുന്ന ഒരു കഥ, ഈ അമ്മിഞ്ഞപ്പാല്. അത് പിന്നെ ഈ കോടറുടെ ഭവനത്തില് അവരുടെ പിന്നെ മകളുടെ കുട്ടിക്ക് പിന്നെ മുലപ്പാല് കൊടുക്കാനായിട്ട് ഈ മേരിയുടെ അമ്മൂമ്മയാണ് അവിടെ ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഈ കോടറുടെ വീട്ടിൽ വളർന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന്റെ ഒരു കഥ കൂടിയുണ്ട്. അതാണ് അമ്മിഞ്ഞപ്പാല്. അത് മേരി എനിക്ക് പറഞ്ഞു തന്നാണ്. മേരിയുടെ എന്റെ സുഹൃത്തും പിന്നെ ആയിട്ടുള്ള ഹസൻ നാസർ, അദ്ദേഹം എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. ഹസൻ നാസറിന്റെ ക്ലാസ്മേറ്റ് ആണ് ഈ മേരി. അപ്പൊ മേരിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും ഇതിനെ കുറിച്ച്. മേരി ഇവിടെ എത്തിയിട്ടുണ്ട്. മൈക്ക് മ്യൂട്ടാ ഓൺ ചെയ്തിട്ടുണ്ട്, സംസാരിക്കാം. ഹലോ, കേൾക്കാം, പറയാം. ഗുഡ് ഈവനിങ് ടു എവറിബഡി. ഗുഡ് ഈവനിങ്. നിങ്ങളെയൊക്കെ എനിക്ക് ആരെയും പരിചയമില്ല. ആകെ പരിചയമുള്ളത് ജമാൽ സാറിനെ മാത്രം. അതും എന്റെ ഒരു ഫ്രണ്ട് വഴിയുള്ള പരിചയം. ഒരു നോവലിനെ അവലോകനം പറയാനോ ഉള്ള ഒരു കഴിവൊന്നും എനിക്കില്ല. ഞാൻ സാറിനെ പരിചയപ്പെട്ടത് ഈ നോവലിന് വേണ്ടിയിട്ട് തന്നെയാന്ന് പറയാൻ വേണമെങ്കിൽ. സാറിന് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് അവരുടെ ജൂതന്മാരുടെ ചടങ്ങുകളെ കുറിച്ചും അവരുടെ ഭക്ഷണ രീതികളെ കുറിച്ചും അവരുടെ ഹിബ്രുവിലെ ചില വാക്കുകൾ ശരിയാണോ തെറ്റാണോ, അതിന്റെ പ്രൊനൗൺസിയേഷൻ, ഇങ്ങനെയൊക്കെ സാറിന് അറിയാനായിട്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം എൻ്റെ ഫ്രണ്ടായ ഹസന്റെ വീട്ടിൽ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് സമയം ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിലൂടെയാണ് ഞാൻ സാറിനോട് എൻ്റെ ഒരു കാര്യങ്ങളും കൺവേ ചെയ്തത്. സാറിനോട് ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ അവരായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോഴേക്കും സാറ് കേൾക്കാവോ? കേൾക്കാം. അപ്പോഴേക്കും സാറ് നോവൽ എഴുതാനുള്ള ഒരു മനസാന്നിധ്യം എടുത്തു കഴിഞ്ഞിരുന്നു. നോവല് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം സാറ് വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു നോവലാകുമ്പോൾ അതിന് ഭംഗിയും അതിൻ്റെതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളും അതിനുണ്ടല്ലോ, അതൊന്നും ചോർന്നു പോകാതെ സാർ അതിനെ വളരെയധികം ഭംഗി സൗന്ദര്യത്തോടുകൂടി അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ജീവസ്പർശിയായ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞിന് ഒരു മുലപ്പാല് കൊടുക്കാൻ ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീയും അവരുടെ പിൻതലമുറക്കാരായ 2 തലമുറയും അവിടെ ജീവിച്ച് ജനിച്ച് വളർന്നു. അത് മുഴുവൻ ഞാൻ സാറിനോട് സത്യസന്ധമായിട്ട് പറഞ്ഞു. സാർ അത് സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്ത് എനിക്ക് അതിൽ വളരെ സംതൃപ്തിയും സന്തോഷമുണ്ട്. നോവൽ എൻ്റെ ഒരു വിഷയമല്ല. കാരണം ഞാൻ വലിയൊരു സാഹിത്യകാരിയോ വായനക്കാരിയോ ഒന്നും അല്ല. പക്ഷെ എനിക്ക് സാർ എഴുതിയ നോവല് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതേ എനിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ളത്. മറ്റുള്ളതൊക്കെ മറ്റുള്ളവര് പറഞ്ഞോളൂ എന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ സാറിന് എന്റേതായിട്ടുള്ള ഒരു നമസ്കാരം, മറ്റുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വിനയപൂർവ്വമുള്ള നമസ്കാരം. എന്നെ ഇതിൽ പങ്കെടുപ്പിച്ചതിനും ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സാറ് ചോദിച്ചതിനൊക്കെ ഞാൻ സത്യസന്ധമായിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും തെറ്റല്ലാത്ത വിവരങ്ങളാണ് ഞാൻ കൊടുത്തത്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഓൾ. ഞങ്ങളുടെയും സന്തോഷം പങ്കുവെക്കുന്നു. കാരണം നോവലിലെ ഒരു ജീവസുറ്റ ഒരു ഭാഗത്തിന് താങ്കൾ കാരണക്കാരിയായി എന്നതിൽ പ്രത്യേകിച്ച്. ബേബി എന്നല്ലേ അതിലെ കഥാപാത്രത്തിന്റെ പേര്? ബേബി. അതെ, എന്റെ പെറ്റ് നെയിം ബേബിയാണ്. സാർ അത് തന്നെ അതിൽ വെച്ചു. സമയങ്ങള് സംബോധന ചെയ്യുന്നത് മാനേജർ എന്നാണ് അല്ലെ വിളിക്കുന്നത്?
ഈ എന്നെയാ? അതെ, മാനേജർ എന്നാണല്ലോ സംബോധന ചെയ്യുന്നത്. ആ ഒരു അദ്ദേഹത്തിന് ഒരു ബോട്ടിൽ മദ്യം വിവാഹ വാർഷിക സമ്മാനമായിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ നമ്മൾ ആ ക്യാരക്ടറിനെ പേര് വിളിച്ച് കേൾക്കുന്നത്. അതെ. അതിനുശേഷം ആ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് പിന്നെ ബേബി എന്നുള്ള കഥാപാത്രം. അവിടെ നമ്മളുടെ മനസ്സിൽ ആ കഥയും അത് പറഞ്ഞ ആളും അതങ്ങനെ രേഖപ്പെടുത്തി ഇരിക്കുകയാണ്. അപ്പൊ ഈ അതെ. കഥയിലുള്ള കഥാപാത്രങ്ങളിൽ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇപ്പൊ ഇതില് ജീവിച്ചിരിക്കണത് ഞാൻ മാത്രം. മാത്രം. പിന്നെ ആ മേരി ഉണ്ട്, പിന്നെ താഹ ഉണ്ടല്ലോ, താഹ. അത് അല്ല, ഞാൻ എന്റെ ഈ ഭാഗത്തില് മുലപ്പാൽ മിഞ്ഞപ്പാൽ എന്നുള്ള ഇതില് ഞാൻ മാത്രമേ ഉള്ളല്ലോ ജീവിച്ചിരിക്കുന്നത് എന്റെ ഈ കഥയില്, എന്റെ അതെ മാത്രം അതെ അതെ കഥയില്. അതെ താഹ അതെ. ഈസ് ദർ ഓൾവേസ് അവിടെയുണ്ട്. താഹ എന്തോ വേറെയാണ്. അത് ഇത് നമ്മൾ ഈ എസ്കോഡർ കൊച്ചിയിലെ ഏറ്റവും സമ്പന്നനായ ഒരു ആളാണ്. ഈ ആ എസ്കോഡർ എന്ന് പറഞ്ഞ ഏറ്റവും സമ്പന്ന വൈദ്യു ആണ്. ആ അദ്ദേഹമാണ് കൊച്ചിയില് പിന്നെ വൈദ്യുതി കൊണ്ടുവന്നത്, ഫെറി സർവീസ് കൊണ്ടുവന്നത്, പിന്നെ അതെ വെള്ളം കൊണ്ടുവന്നത്. ഇതൊക്കെ കൊച്ചിയുടെ ഇതില് ഈ സേലം കൊച്ചയും കോഡറും അവര് ഒരേ സഹകരിച്ച ആളുകളാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ആ അവര് പള്ളിയിലെത്തുമ്പോ അവര് തല്ലിപ്പിരിയും. അതാണ് അവര് അവര് ബിസിനസ് പരമായിട്ട് അവരെപ്പോഴും ഇങ്ങനെ അവര് ഒന്നിച്ചായിരുന്നു. ചേർന്നു പോവും. പക്ഷേ അവരുടേതായിട്ടുള്ള ഒരു ഇത് വരുമ്പോ സ്വന്തം അതായത് ഇവർക്ക് ഈ ബ്ലാക്ക് ജൂ വൈറ്റ് ജൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിവേചനമുണ്ട് മനസ്സില്. അത് അവര് അങ്ങേറ്റം വരെ അവര് കൊണ്ടുപോയിട്ടുണ്ട് എന്റെ ഒരു അറിവില്. പിന്നെ ഈ ആളുകൾ കുറഞ്ഞു ഇല്ലാതായി വന്നപ്പോഴാണ് മരണാനന്തര ചടങ്ങുകളിൽ 13 പേരെ എന്തായാലും ജൂതന്മാരില്ലാണ്ട് പറ്റൂല. അപ്പൊ ഇവർക്ക് വരുന്നത് ബാംഗ്ലൂരിന്നും ബോംബെ നിന്നുമാണ്. അവിടുത്തെ ആൾക്കാർക്ക് എത്താൻ പറ്റാത്തപ്പോ ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും പങ്കെടുക്കും. എന്നാലും തികയൂലായിരുന്നു. അപ്പോഴാണ് ബാംഗ്ലൂരും ബോംബെ നിന്നൊക്കെ എടുക്കണം. അപ്പൊ ആ ഒരു അവസരത്തിൽ ഇവര് സഹകരിച്ചേ ഞാൻ കണ്ടിട്ടുള്ളു. അല്ലാതെ ഇവരുടെ വീട്ടില് പാർട്ടികള് പലതും വെക്കാറുണ്ട്. ഇവരുടെ പെസഹ ഇവർക്കും ഉണ്ട്. പെസഹ കഴിയുമ്പോ ഇവര് ഒരു വലിയ പാർട്ടി വെക്കും. അതില് എല്ലാ നാനാജാതി മതസ്ഥരും വിദ്യാഭ്യാസവും സമ്പന്നരുമായിട്ടുള്ള കൊച്ചിയിലുള്ള വലിയ വലിയ കമ്പനികളുടെ മാനേജർമാരും പാർട്ട്ണർമാരും ഒക്കെ പങ്കെടുക്കാറുണ്ട് വിത്ത് ഫാമിലി. അതിലൊന്നും ഈ ബ്ലാക്ക് ജ്യൂസിനെ ഞാൻ കണ്ടിട്ടില്ല. അത് ശരിക്കും വിവേചനം ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ ഇവർക്കൊരു എണ്ണമുറിയുണ്ട്. ഇവർക്കൊരു എണ്ണമുറിയുണ്ട്. അപ്പൊ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ പിള്ളേരൊന്നും ആ എണ്ണമുറിയിൽ കയറ്റൂല. അപ്പൊ അത് ബ്ലാക്ക് ജൂവിന് അതൊരു വിഷമമാണ്. ഈ വൈറ്റ് ജൂവിന്റെ ഇതില് കൊണ്ടുവന്നിട്ട് എണ്ണമുറിയിലെ ഒന്നും അവരെ അടുപ്പിക്കൂല. അപ്പൊ അതൊക്കെ അവർക്ക് കുറെ വിഷമം ഉണ്ടാക്കിയിരുന്ന സംഗതികളാണെന്ന് എനിക്ക് പിൽക്കാലത്തൊക്കെ മനസ്സിലായി. കാരണം എനിക്കൊരു ബ്ലാക്ക് ജൂവിനെ അറിയാം പേഴ്സണലി. പക്ഷെ അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ഇവരുടെ സ്ഥാപനങ്ങളിൽ. അവരുടെ സഹോദരങ്ങൾക്ക് അങ്ങനെ ജോലി കൊടുത്തിട്ടുണ്ട്. അതിന് വ്യത്യാസം കാണിച്ചിട്ടില്ല. പക്ഷെ ഈ പള്ളി സംബന്ധമായിട്ടുള്ള ബിലീഫ് വിശ്വാസത്തിന്റെ പ്രശ്നം വരുമ്പോ അവര് ഭയങ്കര ഓർത്തഡോക്സ് ആൾക്കാരാണ്. അതേ എനിക്ക് അത് പറയാനുള്ളൂ. മാത്രല്ല, ഈ ഫെറി സർവീസിൽ എല്ലാ യഹൂദർക്കും ബ്ലാക്ക് വൈറ്റ് ഭേദമില്ലാതെ തന്നെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല സാറേ, സ്റ്റുഡൻസിനും ഫ്രീ ആയിരുന്നു. അതെ, സ്റ്റുഡൻസിനും ഒരു ഫ്രീ അതെ അതെ ടിക്കറ്റ് കൊടുക്കും. അതെ, അങ്ങനെയൊക്കെ സ്റ്റുഡൻസിനും ഉണ്ടായിരുന്നു. ഫ്രീ ആയിരുന്നു. ഈ അതൊക്കെ ഞാൻ അമീർ പറഞ്ഞു കേട്ട ഭാവ എന്നുള്ള കാര്യങ്ങളാണ്. അമീർ ഭാവ എന്ന് പറയുന്ന കഥാപാത്രം താഹ, അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? താഹയല്ലേ? താഹനെ ഞാൻ മിക്കവാറും കാണാറുണ്ട്. കാരണം ഞാൻ വിളിക്കണത് ഈ റൂബി ആന്റിന ഒറിജിനൽ ആയിട്ടുള്ള രീതിയിൽ ഞാൻ വിളിക്കണത് സേറാച്ചി എന്നാണ്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് പ്രായമുള്ള സ്ത്രീ അവിടെ യഹൂദ തെരുവില് ഒരു അവസാനത്തെ കണ്ണി എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ റീസെന്റ് എന്റെ മാഡമാണ് ലാസ്റ്റ് മരിച്ചത്. പ്രായത്തിൽ ഈ സേറാച്ചിയാണ് മൂത്തത്. അപ്പൊ ഞാൻ ഇടക്ക് സേറാച്ചിനെ കാണാൻ പോകും. കാരണം ഞാൻ കുഞ്ഞിലെ കണ്ട് അടുപ്പമുള്ള അവരാണ്, സ്ത്രീയാണ്. അപ്പൊ ഇടയ്ക്ക് ഞാൻ പോവും. പിന്നെ ഒരു ദിവസം എന്റെ പള്ളിയിൽ അച്ഛൻ ഒരു പാട്ട് പാടണം. അത് റോമില് വത്തിക്കാൻ റേഡിയോയിൽ കൊണ്ടുപോകാൻ ആവശ്യമുണ്ട്. അപ്പൊ എന്നോട് അതിനൊരു സഹായം ആവശ്യപ്പെട്ട് അപ്പൊ ഞാൻ പോയി. താഹനെ എനിക്ക് അറിയാം, ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ താഹനെ കാണാറുള്ളതാണ്. അപ്പൊ ഞാൻ ആ അച്ഛനായിട്ട് അവിടെ പോയി അത് റെക്കോർഡ് ചെയ്ത്
അച്ഛൻ അത് റോമിൽ കൊണ്ടുപോയി വത്തിക്കാനിലോട്ട് കൊണ്ടുപോയി. അപ്പൊ അതിനൊക്കെ ഞാൻ പോവാറുള്ളതാണ് സേറാച്ചിയുടെ അടുത്ത്. പിന്നെ ഞാൻ പോകുമ്പോഴൊക്കെ സേറാച്ചിക്ക് ഓർമ്മകള് കുറഞ്ഞു വരും കാരണം പ്രായമല്ല, ഒത്തിരി പ്രായമല്ലേ പുള്ളിക്കാരത്തി മരണപ്പെട്ടത്. അപ്പൊ എന്നെ പിന്നെ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോ ഞാൻ ക്ലാസ്മേറ്റ് ആണോ എന്ന് ചോദിക്കും, നീ എന്റെ കൂടെ സെയിന്റ് തെരേസാസിൽ പഠിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അത്രക്ക് ഓർമ്മ കുറഞ്ഞുപോയി. പിന്നെ താഹനെ ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ എപ്പോഴും കാണാറുണ്ട്. കോമൺ ആയിട്ടുള്ള ഒരു ഇതുണ്ട്, അക്വൈന്റൻസ്, അത്രേ ഉള്ളൂ. ക്ലോസ് ഈ ആയിട്ട് പാല് കൊടുത്ത് ആ ഫാമിലി അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് തന്നെ കൊടുത്തു എന്നല്ലേ പറയുന്നത് പിന്നീട്? ആ വീടാണ് അത് ഇപ്പോഴത്തെ കോഡർ ഹൗസ് അല്ലേ? അല്ലല്ല, കോഡർ ഹൗസ് ആ സിറ്റീസ് അത് അവിടെ ഉണ്ട്. അതിപ്പോ ഒരു ഹോം സ്റ്റേ ആണ്. ഈ പാല് കൊടുത്തത് എന്റെ ഗ്രാൻഡ് മദർ ആണല്ലോ. അപ്പൊ എന്റെ ഗ്രാൻഡ് മദറിന്റെ കൂടെ എന്റെ മദറും ഉണ്ടായി അവിടെ. അപ്പൊ എന്റെ മദറിന്റെ കല്യാണമൊക്കെ അവിടെയാണ് നടത്തിയത്. അവരെല്ലാവരും കൂടി സഹകരിച്ച് നല്ല രീതിയിൽ അവിടെ തന്നെ ജോലിയുള്ള ഈ SS കോഡർ എന്ന് പറയുന്ന അങ്ങേരുടെ പേഴ്സണൽ ഡ്രൈവർ ഉണ്ടായിരുന്നു. ജോസഫ് എന്നാണ് എന്റെ ഫാദറിന്റെ പേര്, കുരിശിങ്കൽ ജോസഫ്. പുള്ളി ആയിട്ട് ആലോചിച്ച് കല്യാണം നടത്തി ഈ വീട്ടുകാര് നടത്തി കൊടുത്തു. അങ്ങനെ അതാണ് സംഭവിച്ചത്. എന്നിട്ട് എന്റെ ഫാദറിനാണ് ഈ പറഞ്ഞതുപോലെ ഈ വീട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് ശരിയാക്കി തന്നത്. ശരിയാക്കിന്നല്ല, അതിനുള്ള പൈസ തന്ന് എന്റെ ഫാദർ ആ പൈസ വെച്ചിട്ട് ഒരു വീടുണ്ടാക്കി. ഇപ്പൊ എനിക്കുള്ള ഒരു വീട്, എന്റെ അസെറ്റ് ആയിട്ടുള്ള വീട് ആക്ച്വലി അവര് തന്ന വീടാണ്. അതിപ്പോഴും ഉണ്ട്. ഞാനത് അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കൊച്ചിയിലാണ്, കൊച്ചി ഫോർട്ട് കൊച്ചി വെളി എന്ന് പറയും. ആ സ്ഥലത്താണ് ആ വീട് ഇപ്പോഴുള്ളത്. സന്തോഷം. പിന്നെ ഇനി നോവലില് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാമല്ലോ, കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം അങ്ങോട്ട് കറക്റ്റ് ആവണമെന്നില്ല. നോവലിന്റെ ഭംഗിക്കും അതിന്റെ ആസ്വാദനത്തിനും ഇണങ്ങിയ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയെങ്കിൽ അത് നല്ലത് തന്നെയാണ് ശരിക്കും പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ. ഡോക്ടർ രേണുകയുണ്ട്. രേണുകയുടെ മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കൂ. ഡോക്ടർ രേണുക മൈക്ക് ഓഫ് ആണ്. മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കൂ. മൈക്ക് ഓൺ ചെയ്യണം. ആരോടാണ് സംസാരിക്കുന്നത്? ഇത് ഡോക്ടർ രേണുകയുടെ അടുത്താണ് സർ പറഞ്ഞത്. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. കേൾക്കാം. പറയാം. ബിപിൻ ചന്ദ്രൻ ബാബു ഉണ്ട്. നമസ്കാരം. നമസ്കാരം. വന്നേണ്ട് കേട്ടോ, 1-2 പേര് വന്നേണ്ട്. സലാം ജാഫ്രി ആൻഡ് അബൂബക്കർ കാപ്പാട്. അദ്ദേഹം എഴുത്തുകാരനും നോവലിസ്റ്റും പിന്നെ അധ്യാപകനൊക്കെയാണ്. മറ്റേ ആള് ഈ സലാം ജാഫ്രി എന്ന് പറഞ്ഞ ആള് പിന്നെ സിനിമ ആക്ടറും ഒക്കെയാണ്. പിന്നെ ബിപിൻ ബാബു എന്റെ ഒരു സ്നേഹിതനാണ്, പത്രക്കാരനാണ്. അത് പിന്നെ പ്രദീപിനെ അറിയാം. അപ്പൊ ഇത് ആദ്യം ഡോക്ടർ രേണുക സംസാരിക്കട്ടെ, അതിനുശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. ഡോക്ടർ രേണുക. സാർ, ഇവിടെ ഈ നോവലിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ അവതരിപ്പിച്ചിരുന്നു. അതിനേക്കാൾ കൗതുകകരമായിട്ടാണ് ഇവിടെ ഈ നോവലിലെ ഒരു കഥാപാത്രമെന്നോ അല്ലെങ്കിൽ നേരിട്ട് നോവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്തോ ഒരു ഉപാദാനമായിട്ടൊക്കെ വർത്തിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ മേരി ചേച്ചി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു നോവൽ ചർച്ചയുടെ ഒരു തലത്തിനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരേ സമയം ചരിത്രം ഭാവനയെ പൂരിപ്പിക്കുകയും ഭാവന ചരിത്രത്തെ അഗാധമാക്കുകയും ചെയ്യുന്ന ഒരു രീതി പൊതുവിൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോവലുകൾക്കെല്ലാം അവകാശപ്പെടാനുണ്ട്. ഇവിടെ ഈ സിനഗോഗ് ലൈൻ എന്നുള്ള നോവൽ നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു നോവൽ കൂടി. ഒരു ഫിക്ഷൻ എന്നുള്ള നിലയിൽ അത് നിലനിൽക്കുമ്പോൾ പോലും ഒരുപക്ഷെ ഇതുപോലെ ലോകം മുഴുവൻ വേട്ടയാടപ്പെട്ട് ലോകം മുഴുവൻ ചിതറിത്തെറിച്ച ഒരു ജനത, ആ ജനത കേരളത്തിലേക്ക് എത്തുകയും
നമ്മളെ ഇന്ന് ഒരു കേരളം എന്ന് പറയുന്ന ഒരു ഭൂഭാഗം രൂപപ്പെടുന്നതിനും എത്രയോ മുൻപ് തന്നെ കേരളത്തിന്റെ പല ഇടങ്ങളിലും, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂര്, മാള പോലെയുള്ള സ്ഥലങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ജൂത സമൂഹങ്ങളുണ്ട്. ഈ നോവലിൽ അതിനെക്കുറിച്ചെല്ലാം സൂചനകളുണ്ട്. എങ്ങനെയാണ് ഈ കൊടുങ്ങല്ലൂര് അതിന് പ്രസക്തി എന്താണ്? യഹൂദരുടെ രണ്ടാം ജെറുസലേം എന്നറിയപ്പെടുന്ന ഷിംഗ്ലി എന്നുള്ള ജൂത സമൂഹത്താൽ വിളിക്കപ്പെട്ട കൊടുങ്ങല്ലൂര്, അതിനുള്ള പ്രസക്തി എന്താണ്? അവരുടെ അനുഷ്ഠാന സമയത്തെല്ലാം തന്നെ, ആചാരങ്ങളിലെല്ലാം കൊടുങ്ങല്ലൂരിന് വലിയ ഒരു പ്രസക്തി പറയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഈ നോവലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സമയത്തിന് പോലും വലിയ പ്രസക്തിയുണ്ട്. കാരണം ഈ യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് എന്നുള്ളത്. വംശീയതയെക്കുറിച്ച്, ഇതിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു വംശീയാഖ്യാനം എന്നുള്ള, എത്നിക് നോവൽ എന്നുള്ള ഒരു സങ്കല്പം ഈ നോവലിൽ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യം. അത് വളരെ ശരിയാണ്. ആ മുഖത്തിലും അതിനെക്കുറിച്ചുള്ള പഠനത്തിലും ഒക്കെ പറയുന്നതനുസരിച്ചിട്ട് ഒരു വംശാവലിയുടെ ചരിത്രം ഇതിൽ പറയുന്നതോടൊപ്പം തന്നെ കൊച്ചിയിലെ വിവിധ മതസമൂഹങ്ങളെ കുറിച്ച്, അവരെങ്ങനെയാണ് മനുഷ്യക്കുരുതികളെ കുറിച്ചെല്ലാം പരദേശി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മതം ഒരു അധികാര സ്ഥാപനമായിട്ട് ആ പള്ളി വളരുന്നത്, വേട്ടയാടപ്പെട്ട് കൊച്ചിയിലെത്തപ്പെട്ട സമൂഹം പിന്നീട് അവിടെ നിന്ന് ഈ പള്ളിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പള്ളി ഒരു അധികാര സ്ഥാപനമായിട്ട് വളരുന്നത്, ആ കൂടെയുള്ള മറ്റ് യഹൂദരെങ്ങനെയാണ് ഈ കറുപ്പ് വെളുപ്പ് എന്നുള്ള ഒരു തരം വംശീയ ദ്വേഷത്തിന്റെ കഥകളും ചരിത്രങ്ങളും എനിക്ക് തോന്നുന്നു കൊച്ചിയുടെ ബഹുസ്വരതയ്ക്കൊപ്പം തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. ഞാനത് പറയാൻ കാരണം, ഇത് ആദ്യത്തെ ഒരു അറിവായിരുന്നു. എനിക്ക് കൊച്ചിയായിട്ട് വലിയ ബന്ധമുള്ള ഒരാളാണ്. എൻ്റെ അമ്മ പ്രോപ്പർ കൊച്ചിക്കാരിയാണ്. പക്ഷെ നമ്മളെപ്പോഴും കൊച്ചിയിൽ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും ജൂതർ എന്ന് പൊതുവെ പറയുമ്പോഴല്ലാതെ ഇതിന്റെ ഒരു അവാന്തര വിഭാഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എനിക്കൊരു കൗതുകം തരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. പല വായനകളിലും കൊച്ചിയെ ആസ്പദമാക്കി ഒരുപാട് നോവലുകളും കഥകളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു NS മാധവന്റെ നോവല് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, അതുപോലെ ഈ അടുത്തിടയ്ക്ക് വളരെ കൊച്ചിയുടെ വേറൊരു ചരിത്രത്തെ തന്നെ, അല്ലെങ്കിൽ ദ്വീപ സമൂഹങ്ങളുടെ ചരിത്രത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഭീമച്ചൻ എന്ന കഥ, നീണ്ട കഥയും PF മാത്യൂസിന്റെ ഇരുട്ടിലൊരു പുണ്യാളൻ തുടങ്ങിയിട്ടുള്ള നോവലുകളൊക്കെ ഈ കൊച്ചിയുടെ ഒരു സാംസ്കാരിക ഭൂമിശാസ്ത്രത്തെ ആസ്പദമാക്കി വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ജമാൽ സാറിന്റെ ഈ നോവൽ എന്ന് പറയുന്നത് ഈ ജൂത സമൂഹത്തിൽ തന്നെ നിലനിന്നിരുന്ന വംശീയ ദ്വേഷത്തിന്റെ ഒരു ചരിത്രം, ആ ചരിത്രത്തെ കൊച്ചിയിലെ തന്നെ വിവിധ മതസമൂഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് വിവരിക്കാൻ കാണിക്കുന്ന, ഒരേ സമയം ഈ വംശീയ ദ്വേഷത്തെ കുറിച്ച് പറയുമ്പോഴും കൊച്ചിയുടെയും ഈ തെരുവിന്റെ കഥയാണ്, തെരുവാണ്. ഈ തെരുവിന് NS മാധവൻ സൂചിപ്പിക്കുന്നത് പോലെ ഈ നോവലിൽ ആദ്യന്തം ഒരു തെരുവിന്റെ നിഴലുകൾ വീണ് കിടക്കുന്ന ഒരു നോവലാണിത്. ഈ തെരുവിൽ വന്നു പോകുന്ന ജനത, ഇവിടെ നിലനിൽക്കുന്ന ജനത, അപ്പൊ വരുന്നവരും തദ്ദേശീയരായിട്ടുള്ള മനുഷ്യര്, വന്ന് പോകുന്നവര് എല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു ബഹുസ്വര സമൂഹത്തിന്റെ ചിത്രം ഈ സിനഗോഗ് ലെയ്ൻ എന്നുള്ള നോവലിന്റെ ഒരു പുറം, അല്ലെങ്കിൽ അതിനെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അത് വളരെ വിസിബിൾ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ യഹൂദ മതം എന്നുള്ളതിന് മാത്രമല്ല, ഇസ്ലാം മത വിഭാഗങ്ങളുണ്ട്, യഹൂദരും ഹിന്ദു മത വിഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിൽ ഇറാനിൽ ഉത്ഭവിച്ച ലോക ജനതയുടെ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുന്ന ബഹായി മതത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ഇത് പുതിയ അറിവ് വഴികളാണ്. ഒരു നോവൽ എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ നോവലിനെ കുറിച്ച് വിശദമായിട്ടൊന്നും പറയാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള മേരി ചേച്ചി സൂചിപ്പിച്ചിട്ടൊരു വലിയൊരു കാര്യമുണ്ട്. കാരണം നോവലിൽ എന്ത് വേണമെങ്കിലും എഴുതാം എന്നുള്ള, അതൊരു ഭാവനയുടെ വിസ്തൃതിയെ കൂടിയാണ് കാണിക്കുന്നത്. നോവൽ എന്ന് പറയുന്നത് ചരിത്രമല്ലല്ലോ. ചരിത്രം ഒരു അടിസ്ഥാന രേഖയായിട്ട് നിൽക്കുമ്പോഴും ഭാവനാ വിസ്തൃതികളുടെ ഒരു ക്യാൻവാസ് രൂപപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ ഉള്ളിലും എല്ലാം ഉണ്ട്. അപ്പൊ നോവൽ ഇതുപോലെയുള്ള ഒരു കഥയുടെ ഒരു കഥാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒക്കെ നിലനിർത്തുന്നു. നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഈ സ്ഥലകാലങ്ങളുടെ ഒരു ഒഴുകിപ്പരക്കൽ ഇതിലുണ്ട്.
അത് ഒരു 80കളിൽ തുടങ്ങി 18ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നു. വീണ്ടും അവിടെ നിന്ന് തിരിച്ച് 80കളിൽ എത്തുന്നു. ഇങ്ങനെയുള്ള ഒരു ഒഴുകിപ്പരന്ന് അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്ന തരത്തിൽ സ്ഥലകാലങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. ഞാൻ വളരെ ഒരു ചെറിയൊരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ചരിത്ര ഗ്രന്ഥമാണ്. ഒരു ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ ഫിക്ഷൻ എങ്ങനെയാണ് ചരിത്രത്തെ സഹായിക്കുന്നത്? അല്ലെ ഇത് എന്തിനാണ്? ഇതൊരു മെമ്മറി ഹിസ്റ്ററിയുടെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഇതൊരു നോവൽ എന്നുള്ളതിനെ ഒരു സംസ്കാര പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. പലപ്പോഴും ഇതുപോലെയുള്ള സൂക്ഷ്മമായിട്ടുള്ള അനുഭവങ്ങൾ, മാനസികമായിട്ടുള്ള അനുഭവങ്ങളൊന്നും അക്കാദമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്തരത്തിലുള്ള അക്കാദമിക ചരിത്ര ഗ്രന്ഥങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ നിരവധി മനുഷ്യരുടെ ചെറുചരിത്രങ്ങളും മാനസികമായിട്ടുള്ള അവരുടെ ഇടച്ചിലുകളും സംഘർഷങ്ങളും അനുഭൂതികളും സ്വപ്നങ്ങളും ഭാവനകളും നൈരാശ്യങ്ങളും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് ഇതുപോലെയുള്ള ഫിക്ഷൻ എന്നുള്ള നോവലുകളിലൂടെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഓർമ്മയുടെ ചരിത്രമായിട്ട് ഈ നോവൽ മാറുന്നുണ്ട്. ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിലും ഇത് ചർച്ച എന്നുള്ള നിലയിൽ മാത്രം ഇടപെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. സന്തോഷം ഡോക്ടർ രേണുക. അതെ, വളരെ വളരെ ഇൻഡെപ്തിൽ സംസാരിച്ചു. അത് ഇനി നമുക്ക് വിപിൻ ചന്ദ്രൻ ബാബു, അദ്ദേഹം നേരത്തെ പറഞ്ഞ PTIയിലെയും ഹിന്ദുവിലെയും സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം കൂടെ സംസാരിക്കും. മൈക്ക് മ്യൂട്ടാണ്. മൈക്ക് മ്യൂട്ടാണ്. ശ്രീ വിപിൻ ചന്ദ്ര ബാബു, മൈക്ക് മ്യൂട്ടാണ്. താഴെയുള്ള മൈക്ക് ഓൺ എന്നുള്ള ഐക്കണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണാകും. എത്തിയിട്ടില്ല. അദ്ദേഹം അതെ എത്തി. ബിപിൻ. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ജമാലിക്ക്. പിന്നെ ജമാലിക്ക നമസ്കാരം. മൈക്ക് മ്യൂട്ടാണ്. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. അത് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കണോ? പിന്നെ ജമാലിക്കയുടെ നോവൽ ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാനുള്ള പ്രാപ്തി ആയിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇരുന്ന് വായിക്കണ്ടേ. പിന്നെ ജമാലിക്ക കൂട്ടായ്മകളിൽ പലതും പറയാനുണ്ട്. അതൊക്കെ ഈ നോവലിൽ പെടുത്തിയിട്ടുണ്ടോ? മെഹബൂബ്, ഉമ്പായി, അങ്ങനെ മുഹമ്മദ് റാഫി, അങ്ങനെ തുടങ്ങിയ പലരും. ഇതില് ഉമ്പായി മെഹബൂബ് ഒക്കെ വരുന്നുണ്ട്. പരാമർശങ്ങളുണ്ട്. ഉണ്ടല്ലേ? അത് ശരി. മെഹബൂബുണ്ട്. അത് അവന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പല കാര്യങ്ങളും. അതാണ് അത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കണത്. പിന്നെ എന്നോടുള്ള താല്പര്യം കൊണ്ട് വന്നാണെന്നാ മനസ്സിലാക്കുന്നു. നോവല് വായിച്ചിട്ടില്ല. പക്ഷെ അതിന് ഞാൻ വളരെ നന്ദി, സന്തോഷം ഇവിടെ വന്നല്ലോ. പിന്നെ ബിപിൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ബിപിൻ എന്നോട് പറഞ്ഞു സ്ട്രോക്ക് വന്ന്. ഞാൻ അറിഞ്ഞില്ല. ബിപിന് സ്ട്രോക്ക് വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞങ്ങള് കാശ്മീരിൽ ഒന്നിച്ച് പോയതിന്റെ ഒക്കെ ഓർമ്മകളുണ്ട്. പക്ഷെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതിൽ വന്നതെന്നാ എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷം. അല്ല, ബിപിൻ നമ്മുടെ പരമ്പരകൾ സ്ഥിരമായി വരാറുള്ള ആളാണ്. അതെ. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആളുകള് ഡോക്ടർ അബൂബക്കർ കാപ്പാട്, അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ്. അതെ, അബൂബക്കർ കാപ്പാടിനെ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അദ്ദേഹം വന്നിട്ടുണ്ട് ഇല്ലേ? സംസാരിക്കാൻ പിന്നെയുള്ള ആളുകളൊന്നും എനിക്ക് നേരിട്ട് അറിയില്ല. എന്റെ മോളുണ്ട്. ഓക്കെ. അപ്പൊ ഈ പിന്നെ ജമാലിക്ക നോവലിനകത്ത് നമ്മള് ജോനകന്മാർ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ച് ഉള്ള അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ അതിൻ്റെ ഒരു വലിയ ബഹുസ്വരതയെ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള അധ്യായങ്ങളിലെ ഒരു ചടങ്ങിൽ, വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു കഴിയുമ്പോൾ നമ്മളെല്ലാം ഒരേ വേദക്കാരാണ് എന്ന അറബിയിൽ ചൊല്ലുന്ന വിവാഹ ചടങ്ങിൻ്റെ 2 വരിയും ഹീബ്രുവിൽ ചൊല്ലുന്ന 2 വരി, ജൂതന്മാരുടെ 2 വരിയും. അല്ല, എന്റെ സംശയം ഈ 2 വരിയിൽ ഇതേ സെയിം ചടങ്ങ് തന്നെയാണോ ഉള്ളത്? അതെ, ശരിയാണ്. അത്
അതിന്റെ സംഭവം എന്താന്ന് വെച്ചാലേ ഉം. ഈ പിന്നെ നീ സ്വീകരിക്കുന്നു, ഉം. ഞാൻ സ്വീകരിക്കുന്നു, ഇത്രേ ഉള്ളൂ. ഇപ്പോഴും അതാണ് ഒരു വിവാഹബന്ധം അത് രണ്ടും ഒന്നാണ്. കാരണം ഇബ്രുവും അറബിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണത് വരുന്നത്. ഉം, 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 ഉം. ആ, ശ്രീ അബൂബക്കർ കാപ്പാടിനെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം എത്തിയിട്ടില്ല. അല്ല ഇവിടെ ഫോട്ടോ ഉണ്ട്, അപ്പൊ ഞാൻ അതെ. വിചാരിച്ച് ഉം. ശനി വന്നല്ല. ആ, പിന്നെ വേറെ ആരെയും കാണാ? ഷൈനി ഉണ്ട്, ഷൈനി ശനി, ആയിഷ. അതെ അതെ ഷൈനി അതെ, ആയിഷ, അതെ, എന്റെ ഇൻവൈറ്റ് മോളാണ്, ചെയ്തിട്ടുണ്ട്. എന്റെ മോളാണത്. ശരി, അത് വെറുതെ നമസ്കാരം. കൗതുകത്തിന് വന്നായിരിക്കും. അബൂബക്കർ കാപ്പാട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പക്ഷെ ജോയിൻ പ്രേമലത, ചെയ്യാൻ പറ്റില്ല. സുവർണ, ഭാവന അതെ, ഒക്കെ അവരെ ഉണ്ടല്ലോ. വിളിക്കാം. അതെ, അവര് വരും, നോവല് വരും. വായിച്ചവരുണ്ടെങ്കിൽ വളരെ സന്തോഷം. അവര് ഒന്ന് ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാമായിരുന്നു. അബൂബക്കർ കാപ്പാടിനെ നമ്മൾ ഇൻവിറ്റേഷൻ അയച്ചിട്ട് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓ അത് അദ്ദേഹം ശരിയാ. വരട്ടെ, അദ്ദേഹം വരട്ടെ. അല്ല, ഇപ്പൊ ഈ പിന്നെ ജൂത സമൂഹത്തിൽ മട്ടാഞ്ചേരി ഭാഗത്ത് എത്ര പേര് അവശേഷിച്ചിട്ടുണ്ടാവും ഇപ്പം? മട്ടാഞ്ചേരി ഭാഗത്ത് ഒരൊറ്റ ആളേ ഉള്ളൂ. ഞാൻ ആളെ പോയി കണ്ട്, ഒരു ഹലേഖാണ്. അല്ലാതെ ഇവിടെ അല്ല, ഇവിടെ എറണാകുളത്തുണ്ട്, ചേന്നമംഗലത്തുണ്ടല്ലോ. ചേന്നമംഗലം കൊച്ചിയിൽ പെട്ടില്ലല്ലോ. ഞാനിപ്പോ പറഞ്ഞ എറണാകുളത്തുണ്ട്, ചേന്നമംഗലം ഭാഗത്തുണ്ട് അല്ലേ? കൊച്ചിയാണ്. അല്ല, ചേന്നമംഗലം കൊടുങ്ങല്ലൂരിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ കോച്ച എന്ന് വിളിക്കൂല. ഈ കോച്ച എന്ന് വിളിക്കുന്ന ഇവിടെ മാത്രമാണ്. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു കൾച്ചറാണ്. ഞാൻ കൂടുതലും ഈ കൾച്ചർ രേഖപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഈ കൾച്ചർ, കാരണം നമ്മൾ സമൂഹത്തെ പരിചയപ്പെടുത്തുമ്പോ അവരുടെ കൾച്ചർ വരണം. അവരുടെ ഭക്ഷണം തൊട്ട്, ഭക്ഷണം നിത്യവും കഴിക്കുന്ന സംഗതിയല്ലേ. അല്ലെ, ഒരു സമൂഹത്തെ പരിചയപ്പെടുത്തുന്ന സമയത്തെ അവരുടെ കൾച്ചർ ഇല്ലെങ്കിൽ പിന്നെന്താ? അതെ, തീർച്ചയായിട്ടും. ഇതിലിപ്പോ അത് കൾച്ചർ, അതായത് ചരിത്രം മാത്രമല്ല ഈ നോവലില് പറയുന്നത്. പല ഐതിഹ്യങ്ങളുണ്ട്, രാഷ്ട്രീയം പറയുന്നുണ്ട്, വംശീയത തീർച്ചയായിട്ടും ഉണ്ട്, സംസ്കാരം, ഭക്ഷണ രീതികളടക്കം, അവരുടെ ആരാധനാ രീതികള്, പിന്നെ തോറ പല പ്രാവശ്യം കോട്ട് ചെയ്യുന്നുണ്ട്, തോറയിൽ നിന്ന്. അപ്പൊ അങ്ങനെ സംസ്കാരത്തിന്റെ കൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. പലപ്പോഴും അത് റെഫർ ചെയ്യുന്നുണ്ട്. അതായത് കായനും ആബേലും തമ്മിലുള്ള ബന്ധങ്ങള് പലപ്പോഴും അതിൽ പരാമർശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് നോവലില്. ബ്രദേഴ്സ് തമ്മിലുള്ള, ബ്രദേഴ്സിന്റെ മക്കള് തമ്മിലുള്ള വിവാഹം ഒക്കെ വരുമ്പോഴൊക്കെ ഇത് പരാമർശിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ തോറയിൽ നിന്ന് നമുക്ക് കുറേ അധികം വളരെ ഇൻഫോർമേറ്റീവ് ആണ് ഈ നോവല്. കാരണം നമുക്ക് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും അതുപോലെ ആരാധനാ രീതികളും ഒക്കെ പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവരുടെ ആരാധനാ രീതിയിൽ അവർ ഉപയോഗിക്കുന്ന വിളക്കിന് തന്നെ പ്രത്യേക പേരാണ്. അതുപോലെ അവരുടെ മനോറ, അതെ. അതുപോലെ അത് തെളിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടില് സ്ത്രീകൾ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന അവരുടെ ജീവിത രീതിയിലും ആ സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് വെളിവാക്കി തരുന്നതാണ് ഈ നോവല്. ഇതില് എനിക്ക് ഇപ്പൊ സൂരജ് പറഞ്ഞതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് വായിച്ചു പോകുമ്പോ ചിലപ്പോ ചില കഥാപാത്രങ്ങൾ ആരാണെന്ന് ഒന്നുകൂടി പേജ് തിരിഞ്ഞു മറിച്ച് നോക്കേണ്ടതായിട്ട് വരാറുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ പേര് മനസ്സിൽ നിൽക്കുന്നില്ല, അത്രയധികം കഥാപാത്രങ്ങളെയാണ്. പിന്നെ കഥയ്ക്കുള്ളിലെ കഥ, അറബിക്കഥ പോലെ ഒരു കഥയുടെ ഉള്ളിൽ വേറൊരു കഥ നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ചു നേരം മാത്രം വന്നു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ റൂബി ആന്റിയുടെ സഹോദരൻ നസ്ര നമ്മളുടെ മനസ്സിൽ നിന്ന് വിട്ടു പോകുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് എത്രയോ കാലം കഴിഞ്ഞ് സഹോദരിയുടെ കൂടെ താമസിക്കാൻ എത്തുന്ന അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ പിന്നെ ആരോടും പറയാതെ യാത്ര പറഞ്ഞു പോകുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഷോക്ക് പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ ഓരോ കഥാപാത്രങ്ങൾക്കും നല്ല വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളാണ്. അവരെ കൃത്യമായിട്ട് അവരുടെ രൂപഭാവങ്ങളോട് കൂടിയിട്ട് അവതരിപ്പിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വസ്ത്രധാരണ രീതി പോലും
കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരെയും അവതരിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, നമ്മളെ പിന്നെയും പിന്തുടരുന്ന കഥാപാത്രങ്ങളാണ് ഈ നോവലിൽ ഉള്ളത് എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ ഈ അല്ല പറഞ്ഞ പോലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നത് ഇപ്പോ അതില് ഈ നമ്മള് ഡ്രാമയിൽ പറയുന്ന പോലെ യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്ന പലതും ഇതിൽ സംഭവിക്കുന്നുണ്ട്. കാരണം ഇത് കഥ പറഞ്ഞു വരുമ്പോ ഇവിടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം 24, ഇത് 2ാമത്തെ എഡിഷനാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്, 24. അതിനുശേഷമാണല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത് യുദ്ധത്തിൽ കഴിഞ്ഞ കലാശിക്കും. ജൂലൈ 19 തീയതിയാണ് റിലീസ് ചെയ്തത്. കഴിഞ്ഞ ഇത് ജൂലൈ. അതെ, കഴിഞ്ഞ 25. ജൂലൈയിലാണ് ആ, റിലീസ്. 25. അതിനു മുമ്പ് പിന്നെ എനിക്ക് 80 വയസ്സ് തികഞ്ഞത് 2024 ആഗസ്റ്റ് 15-നാണ്. ആ സമയത്താണ് ഇത് പുസ്തകം എഴുതി തീർന്നത്. 12 കൊല്ലത്തെ എഫേർട്ട് ഉണ്ടായിരുന്നു അതിന്. അച്ഛനൊക്കെ അതിൽ കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഈ താങ്കളുടെ മാധ്യമ ചരിത്രം, മാധ്യമ ജീവിതം എഴുതിയപ്പോൾ വിവാഹത്തിൻ്റെ 3-ാം ദിവസം അച്ഛൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായി കോഴിക്കോട് പോവുകയും കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനോടൊപ്പം ജയിലിൽ കഴിയുകയൊക്കെ ചെയ്തതിനെക്കുറിച്ചുള്ള പരാമർശത്തിൽ മണിയറയിൽ നിന്ന് ജയിലറയിലേക്ക് എന്നാണ് താങ്കൾ അത് പറഞ്ഞിട്ടിരുന്നത് എന്ന് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതെ, ശരിയാണ്. അത് ശരിയാണ്. മൂന്നാമത്തെ ദിവസമാണ് പോയതേ മണിയറയിന്ന്. പിന്നെ അവരൊന്നിച്ച് കൊച്ചിയിൽ വന്ന് പത്തെണ്ണത്തെയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹമാണ്, എന്റെ ഫാദറാണ് ഈ കോയർ ഫെഡ് ഉണ്ടാക്കിയത്. കോയർ ഫെഡ് ഇപ്പൊ ഇന്ത്യയില് 50 സ്ഥലത്ത് നഗരങ്ങളിൽ അതിന്റെ ബ്രാഞ്ചുകളുണ്ട്. ആ സ്ഥാപനം ഉണ്ടാക്കിയ ആള്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓഫീസ് ഇവര് താമസിച്ചിരുന്ന ഒരു വീടാണ്. ഞാൻ ഒരിക്കലും ചെന്നപ്പോ ഞാൻ തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോ ബാപ്പയുടെ അടുത്ത് കൂടെ പോയി അവിടെ ഓഫീസിൽ പോയപ്പോ അവിടെ ഈ ഫയർ പ്ലേസ് കണ്ടു. അപ്പൊ ഫയർ പ്ലേസ് എന്തിനാണ്? സാധാരണ കൊച്ചിക്കാരെ എവിടെയും കൊച്ചിയിലെ ഒരു വീട്ടിലും ഫയർ പ്ലേസ് ഉണ്ടാവില്ല. പക്ഷെ അത് കാരണം ഇവര് ഈ ഇതില്ലേ യൂറോപ്പിൽ നിന്ന് വന്ന ജ്യൂസ് അവിടെ താമസിച്ചിരുന്നു. അത് അവർക്ക് ഇത് ചിട്ടിക്കായേണ്ട ആവശ്യമാണ്. അങ്ങനെ വന്ന ആളായി. അവരുടെ വീടുകളുടെയൊക്കെ ആർക്കിടെക്ചറൊക്കെ ഒരു പ്രധാന രീതിയിലാണ്. ഈ ചുറ്റുമതിലൊന്നുമില്ല. ഓരോ വീടും അടുത്ത വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തോളോട് തോൾ ചേർന്നാണുള്ളത്. ഈ തീവണ്ടി വേഗൻ പോലെയാണ്. ഈ സൂരജ് ഇതിനെ വിലയിരുത്തിയപ്പോഴും ഈ പല കാലങ്ങളിലൂടെ, പല ദേശങ്ങളിലൂടെ, പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങളെ ഒന്നിച്ച് അവതരിപ്പിക്കുന്ന ജംകട്ട് എന്ന സിനിമാറ്റിക് തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുണ്ടായില്ല സൂരജ്? അതൊന്ന് വിശദീകരിക്കുമോ? അത് വിശദീകരിക്കാം. അതായത് നമ്മള് സിനിമയില് ജംകട്ട് എന്ന് പറയുന്ന ഒരു സങ്കേതം ഇപ്പോ ഒരൊറ്റ ഷോട്ട് വെച്ചേക്കാന്ന് കരുതുക. അപ്പോ അതില് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോ ആ 2 ക്യാരക്ടേഴ്സ് പലതരം പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു ഷോട്ട് വെച്ച് അതിന്റെ ദൈർഘ്യം 5 മിനിറ്റ് ആണെങ്കിൽ ഒരൊറ്റ ഷോട്ട് നമ്മൾ ആ 5 മിനിറ്റ് മുഴുവൻ കാണിക്കുന്നതിന് പകരം നമ്മൾ അതിന്റെ പല ടൈം ലൈനുകളിൽ നിന്ന് നമ്മൾ പീസുകൾ കട്ട് ചെയ്തെടുത്ത് നമ്മൾ അത് ചേർത്ത് വെക്കും. അപ്പോ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ആംഗിളും നമ്മൾ കാണുന്ന ആൾക്കാരും സെയിം ആവുമ്പോഴും നമുക്ക് സമയം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമുക്ക് അത്രയും ബോറടി വരാതെ അത് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതിന്റെ പ്രോഗ്രഷൻ ഓഫ് ടൈമും വളരെ ക്വിക്കായി കാണിക്കുന്നതാണ് ജംകട്ട്. അപ്പോ നമ്മൾ എഴുത്ത് എന്നുള്ള ഒരു പ്രക്രിയ വരുമ്പോ ഇപ്പോ മാർക്കേസിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ 100 Years of Solitude എന്നുള്ള നോവൽ വായിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത്, നമ്മൾ ഒരു വരിയിൽ നിന്ന് അടുത്ത വരിയിലേക്ക് ചാടുമ്പോഴേക്കും 1000 വർഷം പുറകോട്ടോ അല്ലെങ്കിൽ 1000 വർഷം മുന്നോട്ടോ പോയിട്ടുണ്ടാവും. അപ്പോ അതാണ് ഈ ലിറ്ററേച്ചറിൽ ഞാൻ കരുതുന്ന ജംകട്ട് എന്നുള്ള ഒരു സങ്കേതം. അപ്പോ ഇതിലും ജമാൽ സാറ് ഈ പറഞ്ഞ പോലെ ഫ്ലാഷ് ബാക്കിലേക്കും എന്നാൽ ഇൻസ്റ്റന്റ്ലി ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റിലേക്കും വരുന്നുണ്ട്. പിന്നെ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തോട്ടെ, പറയണമെന്ന് കരുതിയതാണ്. അത് ചരിത്രത്തിന്റെ ഒരു ആവർത്തന സ്വഭാവത്തെ പറ്റി അദ്ദേഹം കൂടെ റെഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ ആബേലും കായലിന്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ആബേലും കായലും ഇതിലെ പല കഥാപാത്രങ്ങളിലൂടെ പുനരവതരിക്കുന്നുണ്ട്.
പിന്നെ കൈൻ ചോദിച്ചൊരു ചോദ്യം ജമാൽക്ക പറയുന്നുണ്ടല്ലോ, അതായത് ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നുള്ളൊരു ചോദ്യം, അത് നോവലിലുടനീളം പ്രസക്തമാണ്. അതുപോലെ തന്നെ ചരിത്രത്തിന്റെ ആവർത്തന സ്വഭാവം വരുന്ന വേറൊരു ഭാഗം പറയുകയാണെങ്കിൽ അതൊരു മിത്തിന്റെ ഒരു റീടെല്ലിംഗ് ആണ്. എനിക്ക് പേര് കറക്റ്റ് ആണോ എന്നറിയില്ല, കടമ്പത്തച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പറ്റി പറയുന്നുണ്ട്. പണ്ട് പലസ്തീനിൽ നിന്ന്, കറക്റ്റ് ആണോ സർ? അത് ഒരു ഐതിഹ്യമാണ്. ഐതിഹ്യം, അതെ. അപ്പൊ ഒരു പലസ്തീൻ ജൂത വനിതയായ ഈ കടമ്പത്തച്ചി അവരുടെ മകളും ജീവിച്ചിരുന്നു. അപ്പൊ ഈ മകള് വളരെ സുന്ദരിയായിരുന്നു. അപ്പൊ ഒരു രാജകുമാരൻ ആ മകളിൽ അനുരക്തയായി അവരോട് വിവാഹാഭ്യർത്ഥന നടത്തി അമ്മ വഴി. പക്ഷെ അവർക്ക് അവരുടെ വംശശുദ്ധിയും അവരുടെ വിശ്വാസങ്ങളും പ്രധാനമായതുകൊണ്ട് ഈ അമ്മയും മകളും കൂടി അവരുടെ കയ്യിലുണ്ടായിരുന്ന വജ്രമോതിരം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഒരു കുളത്തില് ചാടി ഇതിനു ശേഷം. അപ്പൊ ആ ജൂതക്കുളത്തിൽ ഇപ്പോഴും ജൂതക്കുളം ഇപ്പോഴും ഉണ്ട്. കൊടുങ്ങല്ലൂരിൽ മേത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഒരു ജൂതക്കുളം ഉണ്ട്, അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവിടെ ഈ സ്വർണം ആളുകള് സ്വർണ്ണ തരികള് കിട്ടുമെന്ന് അരിച്ചു നോക്കിയിരുന്ന സാധാരണ നാട്ടുകാര് പോയിട്ട്. ഞാൻ ആ മേത്തലയിലെ ഒരു സ്വദേശി ആണ് ഞാൻ സത്യത്തില്. എന്റെ ഭർത്താവിന്റെ വീട് അവിടെയാണ്. അപ്പൊ ഇപ്പൊ ഇത് വായിക്കുമ്പോ എനിക്ക് ഓർമ്മ വന്നു, അവിടുത്തെ പല കിണറുകളും കുളങ്ങളും അവര് പിന്നെ ആരെ കൊണ്ടും പിന്നെ അത് അഴുക്ക് കളയാനൊന്നും സമ്മതിക്കില്ല. കാരണം ഇതിന്റെ അടിയിൽ എവിടെയൊക്കെയോ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്നാണ് സങ്കല്പം. അതെ. ഞാനീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും സത്യങ്ങൾ തന്നെയാണ്. അതെ. അതുപോലെ ഇതിലൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ ഈ ജംകട്ടിന്റെ കാര്യം പറയുമ്പോ ഒരു ഛായാഗ്രാഹകൻ ഒരു ക്യാമറ വെച്ച് ഇവിടെയൊക്കെ ഒളിച്ചു നിന്ന് ഇവരുടെ ജീവിതം കണ്ടു പഠിച്ച് അത് എഴുതി എന്നുള്ള ഒരു തോന്നലാണ് ഇത് വായിക്കുമ്പോ നമുക്കുള്ളത്. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചപ്പോ ചോദിച്ചത്, ഇത് ഈ അമീർ ബാവ തന്നെയാണോ സാർ എന്നാണ് ഞാൻ ചോദിച്ചത്. സത്യത്തിൽ ഞാൻ അങ്ങനെ വിചാരിച്ചത്. കാരണം അത്രയ്ക്ക് ഒരു ആത്മാംശം ആ കഥാപാത്രത്തില് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ട കാഴ്ചകൾ തുറന്നു പറയുന്ന രീതിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിന്തകൾ വളരെയധികം ഇതില് തുറന്ന് വരുന്നുണ്ട്. പിന്നെ സമുദായത്തിനെ പറ്റിയിട്ടും അതുപോലെ വംശീയതയെ പറ്റിയിട്ടും പിന്നെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെയുള്ള ചിന്തകൾ ഇതില് ആവർത്തിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് ജമാൽ സാറിന്റെ ചിന്ത തന്നെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആണെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതിന്റെ അവസാന ഭാഗം വരുമ്പോ ഈ ശാലോം കൊച്ച അവിടെ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ഈ ഡിസ്ക്രിമിനേഷനെതിരായിട്ട് 250 കൊല്ലം അദ്ദേഹത്തിന്റെ കുടുംബം നടത്തിക്കൊണ്ടിരുന്ന ഒരു റെസിസ്റ്റൻസ് ആണല്ല ഇതിൽ പറയണത്. പ്രധാന കഥ അതാണ്. അപ്പോ അദ്ദേഹം ഈ ശേലം കൊച്ച എന്ന് പറഞ്ഞ പാവപ്പെട്ടവർക്ക് വേണ്ടി ഫീസില്ലാതെ വാദിച്ചിരുന്ന ഒരാളാണ്, വക്കീലാണ്. ആദ്യകാലത്തെ വക്കീലാണ് അദ്ദേഹം. സി രാജഗോപാലാചാര്യോടൊപ്പം പിന്നെ ജോൺ മത്തായിന്റെ ഒപ്പമൊക്കെ പഠിച്ച ആളാണ്. ജോൺ മത്തായി പിന്നെ നെഹ്റുവിന്റെ ക്യാബിനറ്റിലെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ രാജാജിയെ എല്ലാവർക്കും അറിയാലോ. അവരുടെയൊക്കെ കൂടെ പഠിച്ച ആളാണ് അദ്ദേഹം. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് പാവങ്ങൾക്ക് വേണ്ടി കേസ് നടത്തി. തുറമുഖ തൊഴിലാളികളെ, റിക്ഷാ തൊഴിലാളികളെ ഇവരെയൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്താണ്. അയാൾക്ക് ആകെ പറ്റിയ ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ അദ്ദേഹം സയനിസ്റ്റായി ഇവിടെയുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് അങ്ങോട്ട് കയറ്റി അയച്ചു എന്നുള്ളതാണ് മൂപ്പര് ചെയ്ത്. അവസാനം വന്നപ്പോ അദ്ദേഹം ശരിക്കും പറഞ്ഞാല് അദ്ദേഹം അവിടെ ഈ ഇസ്രായേലിന്റെ അംബാസഡർ ആകും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഇളയ മകൻ ഗംലിയല് നോവലിൽ സണ്ണി അങ്കിളാന്ന് ചിത്രീകരിച്ചതാണ്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സണ്ണി അങ്കിള് സാമുവലാണ് സണ്ണി അങ്കിളായത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗംലിയേൽ എന്നാണ്. അദ്ദേഹം ആയിട്ട് ഞാൻ പലവണ്ണം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ
പിന്നീട് അദ്ദേഹത്തിന് ഈ സ്ട്രോക്ക് വന്ന്, അച്ഛന് വന്ന പോലെ തന്നെ സ്ട്രോക്ക് വന്നു. അദ്ദേഹം വളരെ ഭയങ്കര സർക്കാസമുള്ള, അദ്ദേഹത്തിന്റെ നടപ്പില് പ്രത്യേകതയില് ഒക്കെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സർക്കാസ്, നർമ്മബോധമുള്ള ഒരാളാണ് അദ്ദേഹം. അത് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം മുണ്ടു ഉടുക്കുന്ന രീതിയൊക്കെ തന്നെ ഞാൻ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അബൂബക്കർ കാപ്പാട് വന്നിട്ടുണ്ട്. ഉണ്ട്. നമുക്കിനി അദ്ദേഹം നോവലിസ്റ്റായ അബൂബക്കർ കാപ്പാട് ആണ്. അദ്ദേഹം പറയട്ടെ. പറയൂ. നേരത്തെ ആരോ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ ഹിസ്റ്ററി ആണെന്നുള്ളത്. പിന്നെ നമ്മുടെ മറ്റു ചരിത്രങ്ങൾ, സോഷ്യൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് വളരെ പെരിഫറൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, രാജാക്കന്മാരുടെ, ഭരണാധികാരികളുടെ ആ രീതിയിലുള്ള അബൂബക്കറെ കുറച്ചും കൂടെ മൈക്ക് എടുത്ത് വെച്ച് സംസാരിക്കും. പക്ഷെ നമ്മളൊരു നോവല് ഫിക്ഷനിലേക്ക് വരുമ്പോ അവിടെ ആ നോവലിൽ കഥാപാത്രങ്ങളായി വരുന്ന ആ ആളുകള്, ആ പരിസരം, ആ സമൂഹം, അതിന്റെ വളരെ ഡെപ്തിലുള്ള ഒരു പഠനം നമുക്ക് കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്റേണൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സാംസ്കാരിക ചരിത്രം, അത് എല്ലാ നോവലുകളിലും ഇല്ലെങ്കിലും പല നോവലുകളിലും നമുക്ക് ആ ചരിത്രം കിട്ടുന്നു. ആ കൂട്ടത്തിൽ പെടുത്താവുന്ന വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ജൂത സമൂഹത്തെ കുറിച്ചും ആ കാലത്തെ കൊച്ചിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു സമഗ്രമായ ഒരു ചരിത്രം കിട്ടുന്ന ഒരു ഡീപ്പായിട്ടുള്ള താഴെത്തട്ടിലുള്ള ഒരു ചരിത്രം കിട്ടുന്നൊരു നോവലാണ് എന്നാണ് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത്. പിന്നെ ഇതിൽ ഞാനൊരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഞാൻ പറയുന്നൊരു പോയിന്റ്, ജമാൽഖാൻ എന്ന എഡിറ്റർ ഒരു എഴുത്തുകാരനായപ്പോഴുള്ള ഒരു അതുകൊണ്ടുണ്ടായ ഒരു മെച്ചം. ഇപ്പൊ നമുക്കറിയാം എം ടി നല്ല ഒന്നാം നമ്പർ എഡിറ്ററാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കൃതി നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാലും അതില് അനാവശ്യമായിട്ടുള്ള ഒരു സംഗതി നമുക്ക് കാണാൻ പറ്റും. വളരെ സൂക്ഷ്മമായി, വളരെ കൃത്യമായിട്ട് ചെത്തി മിനുക്കി എടുത്തതുപോലെയുള്ള കൃതികളാണ് അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും. അതിന്റെ ഒരു പ്രധാന കാരണം അദ്ദേഹത്തിൽ ആ എഡിറ്ററുടെ ഒരു കഴിവാണ് അവിടെ. അത് സ്വയം ഒരു എഡിറ്ററായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. ഇതേ രീതിയിൽ എത്രയോ കൊല്ലങ്ങളായിട്ട് എഡിറ്ററായിട്ട്, വളരെ ഗൃഹസ്ഥനായിട്ടുള്ള ഒരു എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ജമാൽഖാൻ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ നോവല് ആ രൂപത്തിൽ വളരെ സംക്ഷിപ്തമായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ഒരു നോവലാണ്. അതേസമയത്ത് ഇതിലെ ഒരു 4-5 തലമുറകളോളം ഇതിലെ നീണ്ടു പരന്നു കിടക്കുന്ന ഒരു ക്യാൻവാസ് ആണ് ഇതിനകത്ത്. അങ്ങനെയുള്ള ഒരു ക്യാൻവാസിൽ സാധാരണ ഇതിലിപ്പോ തകഴിയുടെ കയറൊക്കെ പോലെ ഒരു 500, 600, 1000 ഒക്കെ പേജ് വരെ നീണ്ടു പോകാവുന്ന ഒരു നോവലാണ്. പക്ഷെ ഇത് ഈ പറഞ്ഞ സാധനം 200 പേജിനുള്ളില് ഈ വലിയ ഒരു കാലഘട്ടത്തെ ചരിത്രം, എന്നാൽ അതിൽ പ്രധാനപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അത് ഒപ്പിയെടുക്കാൻ ജമാൽഖാക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാനിതിൽ കാണുന്ന ഏറ്റവും വലിയൊരു സവിശേഷത. അതായത് അദ്ദേഹത്തിന്റെ സർഗസിദ്ധിയും അദ്ദേഹത്തിന്റെ എഡിറ്ററുടെ ഒരു കഴിവ്, ഇത് രണ്ടും കൂടെ വളരെ കൃത്യമായി മേളിച്ചു വന്നപ്പോ അത് നല്ലൊരു നോവലായി മാറി എന്നാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത്. കൊച്ചിയിലെ ഒരു കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു ജൂതന്മാർ. അത് പക്ഷെ ഇന്നത്തെ പല തലമുറകൾക്ക് അറിയില്ല. അവര് ഒരു കാലത്തെ കൊച്ചിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. പക്ഷേ ഇപ്പൊ അവർ കുറ്റിയേറ്റു പോയി. പക്ഷെ ഈ നോവൽ വായിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് ആ കാലഘട്ടത്തെ കുറിച്ച്, അന്നത്തെ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, സാമൂഹിക ചുറ്റുപാടുകള്, പിന്നെ ആദാന പ്രദാനങ്ങൾ, പാരസ്പര്യം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ സമ്പൂർണവും മിഴിവുള്ളതുമായിട്ടുള്ള ചിത്രം നമുക്ക് ഈ നോവലിൽ വായിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് വേറെ രീതി പറഞ്ഞാൽ ഒരു ടോർച്ച് വീശലിലൂടെ 1000 ദൃശ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ഒരു മാജിക് ആണ് ഞാൻ ഈ നോവലിനകത്ത് കാണുന്നത്. ഈ ടോർച്ചടിയാണെങ്കിൽ കാണേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം നീളുന്ന ഒരു ടോർച്ചടിയാണ്. അതുകൊണ്ട് തന്നെ പരത്തിപ്പറച്ചിലിന്റെ ഒരു ഒട്ടുമില്ലാതെ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് വായിച്ച് ആസ്വദിക്കാൻ സാധിക്കും ഈ നോവൽ. അതുപോലെ നോവലിനൊപ്പം ചേർത്തുള്ള മലയാളി ജീവിതം, യഹൂദ ജീവിതം, ഒരു വംശീയ ആഖ്യായിക എന്നൊരു AP കുഞ്ഞാവിന്റെ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തില് അദ്ദേഹം പറയുന്നുണ്ട് യഹൂദരുടെ പദീയ സംജ്ഞകൾ, അവരുടെ ആചാരങ്ങളും ഭക്ഷണത്തിന്റെ സവിശേഷതകള്, മതപരമായ കാർക്കശ്യങ്ങള് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ നോവലിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അത് വായിക്കുന്ന നമുക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. നൂറ്റാണ്ടുകളോളം വളരെ ചെറുതെങ്കിലും ഒരു സമൂഹം ഈ കേരളത്തിലെ അവരിവിടെ ഉണ്ടായിരുന്നു. അത് ഏത് തരത്തിലുള്ള സമൂഹമായിരുന്നു
അതിനെക്കുറിച്ച് വളരെ വളരെ നല്ല നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള ഒരു ചിത്രം ഈ നോവല് നമുക്ക് നൽകുന്നുണ്ട്. അതാണ് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചർച്ച വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. സന്തോഷം. ഞാൻ ജമാൽക്കിടക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ജൂത സമൂഹം നാമാവശേഷമായി പ്രാക്ടിക്കലി ഏതാനും പേര് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ പേരുകൾ നിലനിൽക്കുന്നുണ്ടല്ലോ. കോഡർ, കൊച്ചിക്കാർക്കെല്ലാം കോഡർമാരെ അറിയാം. പിന്നെ കോച്ചയുണ്ട്. അത് ഇതിനകത്ത് നോവലിനകത്ത് മുതലിയാറുണ്ട്. എസ്തറമ്മയുടെ മക്കൾ, ഒരു മകൻ റാഹേൽ, അല്ല ഞാൻ പറഞ്ഞു കേട്ടെ, ഞാൻ ചോദിച്ചു കേട്ടെ. ഈ റാഹേൽ വിവാഹം ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനി വേറെ വിഭാഗത്തിൽപ്പെട്ട ലില്ലി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടാകുന്നു. പിന്നെ ഒരു മിനു ഹിന്ദു ആകുന്നു. അപ്പൊ ഇവരൊക്കെ ഇവരൊന്നും ജൂത പാരമ്പര്യം പിന്തുടർന്നില്ല എങ്കിലും ഇവിടെ പിൻഗാമികളുടെ പേരുകളിൽ ഈ ഞാൻ ഈ പറഞ്ഞ ജൂത നാമങ്ങളുണ്ടോ? കാര്യം കേരളത്തിലിപ്പം റാവു അല്ലെങ്കിൽ സിംഗ്, അതൊക്കെ വൈക്കം സത്യാഗ്രഹ കാലത്ത് സിഖുകാർ ആ സത്യാഗ്രഹ ഭൂമിയിലേക്ക് വന്നു. സിഖ് മതത്തിലേക്ക് മാറാൻ 7 വസന്തയത്തിൽ ചിലർ ആഗ്രഹിച്ചു, ചിലർ മാറി. പക്ഷേ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം അതിൻ്റെ ആവശ്യമില്ലാതെ വന്നു. പക്ഷെ പേരുകൾ നിലനിന്നു. അതേപോലെ ഇവർ വംശസങ്കലനം ഒക്കെ ഉണ്ടായതിനു ശേഷവും പേരുകൾ പിൻഗാമികളിൽ നിലനിൽക്കുന്നുണ്ടോ? ചില പേരുകൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ അതില് മരിയ എന്ന് പറഞ്ഞിട്ടൊരു മരിയ ഒരു യഹൂദ പെൺകുട്ടിയായിരുന്നു. അവളെ ഒരു മാതാപിതാക്കള് മരിച്ച സമയത്ത് തുന്നൽ വേല പഠിക്കാനായിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ കൂടെ ചേർക്കുന്നു. സേവി എന്ന് പറഞ്ഞ ആള്. സേവി ഞാൻ ഉണ്ടാക്കിയ കഥാപാത്രമാണ്. ഇമാജിനേറ്റീവ് ക്യാരക്ടറാണ് ആ സേവി എന്ന് പറഞ്ഞാല്. അപ്പൊ അയാള് കുറച്ച് കഴിയുമ്പോ അയാള് മരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഈ എസ്തർ എന്ന് പറഞ്ഞ പോലത്തെ എസ്തർ അല്ല ശരിക്കുള്ള പേര്, അവരുടെ പേര് വേറെ, വേറെ പേരാണ്. അത് എസ്തർ ആക്കിയതാണ് ഞാൻ. ഇത്തരം പേരുകൾ ഇപ്പോഴും ഉണ്ട്. അവരുടെ പേരുകളൊക്കെ ചിലതൊക്കെ നിൽക്കുന്നുണ്ട്, ചിലത് പോയിട്ടുണ്ട്. ഇയാളുടെ ഏറ്റവും അവസാനം വരുമ്പോ നമ്മൾ ഇയാളുടെ ശാലോം കോച്ചയുടെ മാനസിക സംഘർഷങ്ങളാണ്. കാരണം അയാളുടെ ഒരു മകളാണല്ലോ റെഡ്ഡി വിവാഹം കഴിക്കുന്നത്. അപ്പോ ഒരു ഹിന്ദു മതത്തിലേക്ക് ഇവള് പോകുന്നത് തീരെ അയാൾക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു മകളായിരുന്നു. പോകുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടാനില്ല. അതുപോലെ തന്നെ ഒരു മകള് ക്രിസ്ത്യൻ ആയിട്ടുള്ള ജോസഫിന്റെ കൂടെയാണ് പോകുന്നത്. ജോസഫ് അല്ല, അയാളുടെ പേര് ആന്റണി എന്നാ. ജോസഫ് ചൊവ്വക്കാരൻ കഥാപാത്രമല്ലേ? അതെ. അയാള് ശരിക്കും പറഞ്ഞാൽ ഈ MG റോഡിന്റെ ശില്പിയാണ്. മനസ്സിലായില്ലേ? ഹലോ, അല്ല പോയാ എന്റെ ഇത് പോയിരുന്നു. കേൾക്കാം. അപ്പോ അദ്ദേഹം ആണ് ഇയാളുടെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു ബാനർജി റോഡിന്റെ. ഫുട്ബോൾ കളി പ്രേമം പലയിടത്തുനിന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇയാള് അവസാനത്തെ സീൻ ഞാൻ അത് ബോധപൂർവം ഉണ്ടാക്കിയ ഒരു സീനാണ്. അതായത് ഈ വീട് അടുത്താണല്ല, ശേലം കൊച്ചയുടെ വീട് പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അയാൾക്ക് പള്ളിയിൽ പോകാതെ പറ്റൂല. അപ്പൊ വീൽ ചെയറില് അയാളെ തള്ളിക്കൊണ്ട് പോകുന്നുണ്ട് ഈ പേരക്കുട്ടികള്. ഈ പേരക്കുട്ടികള് ഇങ്ങനെ തള്ളിക്കൊണ്ട് പഴയ പാട്ടും പാടിയാണ് പോകുന്നത്. ആ പാട്ട് നമ്മള് കുട്ടികൾ കളിക്കുന്ന ഒരു കളി കാണിക്കുന്നുണ്ട്. അത് ജോസഫ് ഹസാർ എന്ന് പറഞ്ഞ ഒരു കഥ. അത് ആ ഒരു കഥയെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് പോകുന്ന സമയത്ത് ഇയാൾക്ക് തോന്നുന്നു എന്റെ ഈ പേരക്കുട്ടികളില് ജൂത കുട്ടികളുണ്ട്, ഹിന്ദു കുട്ടികളുണ്ട്, ക്രിസ്ത്യൻ കുട്ടികളുണ്ട്. പക്ഷെ ഇവരിലെല്ലാം എന്റെ ജീനുണ്ട്. അപ്പൊ എന്റെ ജീനാണ് എന്റെ ജീനിൽ കൂടെയാണ് ഞാൻ അതിജീവിക്കുക എന്നുള്ള അയാളുടെ ഒരു കണ്ടെത്തൽ അവസാനമുണ്ട്. അതൊക്കെ ഞാൻ വളരെ സൈറ്റിലായിട്ട് പറയുന്നുള്ളൂ. അതാണ് അതൊക്കെ നോവലിസ്റ്റ് അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു സങ്കല്പം. അതാണ്.
സാർ ഇതില് നമ്മൾ ഒരു 50 കൊല്ലം മുമ്പത്തെ കേരളത്തിലെ മതമൈത്രിയെ പറ്റിയിട്ട് നമ്മൾ ഓർത്തു പോകും ഇതില് ചില സന്ദർഭങ്ങൾ വരുമ്പോ. കാരണം ഇപ്പൊ അല്ല ഈ പറഞ്ഞ ഒരു സന്ദർഭമാണ്. ആ അത് ഒരു അത് പരസ്പര തന്നെയാണ് നമ്മളെ ബഹുമാനം ഉണ്ടല്ലോ. ഉദ്ദേശം. അല്ല, മറ്റു മതങ്ങളോടും പിന്നെ ഭാവനകളോടും ഒക്കെ നമുക്കുണ്ടായിരുന്ന ഒരു പരസ്പര ബഹുമാനം, ഒരു ഗിവ് ആൻഡ് അതെ ടേക്ക് ഉണ്ടായിരുന്നു. അത് ഒരു 50 വർഷം മുൻപ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇല്ല. പക്ഷെ ആ ഇല്ല. കാലഘട്ടത്തിനെ പറ്റി നമ്മളെ അല്ല, അത്ര ഓർമ്മിപ്പിക്കുന്ന ഒരു അധികം ഹൈറ്റ് ബന്ധങ്ങളാണ്. ഇവിടെ വന്നുപോയി. അത്ര അധികം ഹൈറ്റ് ഇവിടെ വന്നുപോയി. അതാണ് ഉം, ഉം. ഈ ഹൈറ്റ് വന്നില്ലേ. അതെ ഹലോ, അതെ കേൾക്കാം കേൾക്കണല്ലേ? കേൾക്കാം. പറഞ്ഞോളൂ. ആ. കറക്റ്റ് ആണ് സാർ പറഞ്ഞത്. ആ ഒരു വിടവ് ഇപ്പൊ നമുക്കുണ്ട്. പക്ഷെ അത് ഇല്ലാത്ത ഒരു കാലത്തിനെ ഓർമ്മിപ്പിക്കുന്ന, അനുസ്മരിക്കുന്ന ബന്ധങ്ങളും ചുറ്റുപാടുകളും പിന്നെ ഒരു ക്രിസ്ത്യാനി കുട്ടി വീട്ടിലേക്ക് വരുമ്പോ അവള് പ്രസവിച്ച് കിടക്കല്ലേ, കൊച്ചു കൈക്കുഞ്ഞല്ലേ കൂടെ ഉള്ളത്, ആ കൊച്ചിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് സ്ത്രീകളെല്ലാവരും കൂടി പറയുന്ന ഒരു മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടല്ലോ. അതൊക്കെ ഇതില് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നമുക്ക് എന്താ ഗുഡ് സമരിറ്റേറിയൻ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായി. അപ്പൊ അത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന പല ഘട്ടങ്ങളും ഈ നോവലിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിനി ചർച്ചയിൽ ആരെങ്കിലും പങ്കെടുക്കുന്ന സമയം 1.5 മണിക്കൂർ കഴിഞ്ഞു അല്ലേ? തിരിച്ചു സൂരജ് രാജിന് അദ്ദേഹം രാജകൃഷ്ണൻ ഒരു ഔദ്യോഗിക എൻഗേജ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു നേരത്തെ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. തിരിച്ച് നമ്മള് ജമാൽ സാറിന്റെ അടുത്തും 1 മണിക്കൂറോ മാക്സിമം 1.5 മണിക്കൂറിന് പറഞ്ഞത്. കടന്നുപോയി. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു അല്ലേ? വളരെ സജീവമായിട്ട് ഈ ചർച്ച മുന്നോട്ട് പോയി. അപ്പോൾ പുസ്തക ലോകം പരമ്പരയുടെ 3ാമത്തെ ഭാഗം സിനഗോഗ് ലൈൻ, ജമാൽ കൊച്ചങ്ങാടി എഴുതിയ നോവലിനെ കുറിച്ചുള്ള ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. നോവലിസ്റ്റായ ബഹുമാനപ്പെട്ട ശ്രീ ജമാൽ കൊച്ചങ്ങാടി ആമുഖമായി സംസാരിച്ചു നോവലിനെ കുറിച്ച്. നോവൽ വിലയിരുത്തി സംസാരിച്ച് സൂരജ് രാജേഷ് ചേലാട്ട്. ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത് ഡോക്ടർ എൻ രേണുക, ഇതിലൊരു കഥാപാത്രം കൂടിയായ ലാന് മേരി. വളരെ ഇത് നോവലാണ്, എനിക്ക് ഒരുപാട് ബന്ധമില്ല, ഞാൻ ചില വിവരങ്ങൾ അദ്ദേഹത്തിന് കൈമാറുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞെങ്കിൽ പോലും വളരെ കാര്യമായ ഇൻപുട്സ് ഈ നോവലിനെ കുറിച്ച് മേരി ചേച്ചി നൽകി. സുഹൃത്തായ ബിപിൻ ചന്ദ്രബാബു, അബൂബക്കർ കാപ്പാട് അദ്ദേഹവും വിലയിരുത്തി സംസാരിച്ചു. അവർക്കെല്ലാം പങ്കെടുത്ത എല്ലാവർക്കും ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ പേരിൽ നന്ദി. നമ്മൾ ഈ പരമ്പരയുടെ 4ാം ഭാഗം പതുപോലെ അടുത്ത ശനിയാഴ്ച രാത്രി 7 മണിക്ക് അന്ന് ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ വയലാർ അവാർഡ് കിട്ടിയ നോവലാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ എൻ രേണുകയാണ് ആ നോവലിനെ വിലയിരുത്തി സംസാരിക്കുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ ഇനി വരുന്ന പരമ്പരകളുടെ അധ്യായങ്ങളിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി. ശുഭരാത്രി. നന്ദി. താങ്ക് യു.